ജാതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു സ്പഷ്ടമായിട്ടുള്ളൊരു നിർവചനമില്ല. പവർ ഒരു ചെറിയ ഗ്രൂപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ്. അതിൻ്റെ പേരാണ് ഡോക്ടർ അംബേദ്കർ കൊടുത്ത പേര് ഓളിഗാർക്കിയാണ്. ഇന്ത്യയിൽ ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാസ്റ്റ് സിസ്റ്റം. ഇന്ന് ഈ കാസ്റ്റ് ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ഓളിഗാർക്കി രൂപീകരിക്കുന്ന മെത്തേഡിൻ്റെ പുതിയ പേരുണ്ട്. ആ പേര് മെറിറ്റ് എന്നാണ്. ഈ ഓളിഗാർക്കി ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് മോണാർക്കിയാണ്. വാസ്തവത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓളിഗാർക്കി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ നെപ്പട്ടിസം, സ്വജന പക്ഷപാതം. അതിലൂടെയാണ് നിലനിൽക്കുന്നത്. അതാണ് കാസ്റ്റ്. കാസ്റ്റിനെ കാണേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഓഫ് കോൺസെൻട്രേറ്റിംഗ് പവർ ത്രൂ സ്ക്രീനിങ് ആണ്. കാസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് ഔട്ട്. ഗുരുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ബാബാ സാഹബ് അംബേദ്കർ പറയുന്നു കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് എൻഡോഗമിയാണ്. വൺ നേഷൻ, വൺ മൈൻഡ്, വൺ നോളജ് എല്ലാം കൂടെ വൺ ആക്കി വെച്ചാൽ നമ്മൾ എവിടെ പോകും? ഒരു ഫൗണ്ടിങ് പില്ലർ ഓഫ് ചാതുർവർണ്ണയസ് നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. ഓൾറെഡി OBCയിൽ ബ്രാഹ്മിൻ, ക്ഷത്രിയ മറ്റവരൊക്കെ ഉണ്ട്. ഈ EWSന് കിട്ടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നെങ്കിൽ OBC ആകാമായിരുന്നു. പക്ഷെ അതവർക്ക് നമ്മൾ ഐത്തമാണ്. നമ്മളൊക്കെ ആയിട്ട് ഒരു കാറ്റഗറി വേണ്ട, അവർക്ക് സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റ് വേണം. നമസ്കാരം. വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് ഏറെ ജാഗ്രത പുലർത്തുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നാൽ സമൂഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് എത്രത്തോളം നാം ആലോചിക്കാറുണ്ട്? വ്യക്തികൾക്ക് ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളെ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്? ഇന്ത്യൻ സമൂഹത്തെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഒരു സാമൂഹിക രോഗം എന്ന നിലയിൽ ജാതിയെയും ജാതിയുടെ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ന്യൂവാൽസ് ബാംഗ്ലൂരിന്റെ മുൻ ഡയറക്ടറും അതോടൊപ്പം തന്നെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ഡയറക്ടറും വേൾഡ് ബാങ്കിൽ ദീർഘകാലം നിയമജ്ഞനായി പ്രവർത്തിക്കുക കൂടി ചെയ്തിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ സാറാണ്. സാർ സ്വാഗതം. സാർ, പലപ്പോഴും ആന്റി കാസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഭാഗമായി ഇടപെടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ജാതിയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എല്ലാത്തിലും ജാതീയത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളൊരു വാദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ജാതിയെന്നും ആരാണ് ജാതിവാദികൾ എന്നും വളരെ കൃത്യമായി പറയേണ്ട ഒരു സാമൂഹ്യ സന്ദർഭം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. സാർ, എന്താണ് യഥാർത്ഥത്തിൽ ജാതി? ആരാണ് യഥാർത്ഥ ജാതിവാദികൾ? ജാതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് വരെ ഒരു സ്പഷ്ടമായിട്ടുള്ളൊരു നിർവചനമില്ല. കഴിഞ്ഞ ഒന്നൊന്നര നൂറ്റാണ്ടായിട്ട് ചില സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ ജാതി എന്താണെന്ന്, കാസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പോർച്ചുഗീസ് വേർഡാണ്. ആ വേർഡിനെ അർത്ഥം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പ്യൂരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ്, എന്തെങ്കിലും ഒരു പ്യൂരിറ്റി ഉള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്നാണ്. പക്ഷേ കാസ്റ്റ് എന്താണെന്ന് ക്ലിയർ അല്ല എന്ന് ഏറ്റവും വളരെ പ്രമുഖമായിട്ടുള്ള സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ വർണ്ണം എന്താണ്, ജാതി എന്താണെന്നും അതും വ്യക്തമല്ല. പക്ഷേ ഈ വ്യക്തതയില്ലാതെ നമ്മൾ ഓരോ പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസസ് മാറുമ്പോൾ നമ്മൾ ജാതിയുടെ അർത്ഥം മാറി മാറി ഉപയോഗിക്കുകയാണ്. ഉദാഹരണത്തിൽ ഔട്ട്കാസ്റ്റ് എന്ന് പെട്ട ആൾക്കാർ നൂറ്റാണ്ടുകളായി. ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ്. ജാതിയും വർണ്ണവും കാസ്റ്റിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡെഫിനേഷൻ ക്ലിയർ അല്ലെങ്കിൽ. ആ ഔട്ട്കാസ്റ്റുകളോടാണ് ഈ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞു നമുക്ക് കാസ്റ്റ് ഇല്ല, ജാതിയില്ല, വർണ്ണമില്ല, നമ്മൾ ഔട്ട്കാസ്റ്റുകളാണെന്ന് പറയുന്നു. ഇന്ന് നമ്മളോട് പറയും നിങ്ങളാണ് കാസ്റ്റ്, നിങ്ങളാണ് ജാതി, നിങ്ങൾ എന്തിനാണ് ജാതിവാദം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ ഈ കോൺട്രഡിക്ഷനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ എന്താണ് കാസ്റ്റ് എന്നുള്ളത്, എന്താണ് ജാതി, എന്താണ് വർണ്ണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ തന്നെ ആലോചിച്ച് ഓരോരുത്തരും ഓരോ വ്യക്തിയും അതിനെക്കുറിച്ച് വളരെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഡെഫിനിഷൻ അഡോപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണം നമ്മുടെ ചർച്ചകളിൽ. അതാണ് ആവശ്യമുള്ളത്.
സർ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാർ ജാതി എന്നൊരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? ജാതി, അപ്പം നമുക്ക് 3 വാക്കുകളുണ്ട്: കാസ്റ്റ്, ജാതി, വർണ്ണം. ഇതിൻ്റെ റൂട്ട് വാക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാതി എന്നുള്ള വാക്കാണ്. ഈ ജാതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ ക്ലിയറായിട്ട് തിയറി കിട്ടുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നുമാണ്. ഇപ്പം ശ്രീനാരായണ ഗുരു പറയുന്നത് ജാതി എന്ന് വെച്ചാൽ ജന്മരീതി എന്നാണ്. അപ്പോൾ ജൻ പ്ലസ് ഹാഫ് കാ ഹാഫ് തക് തിൻ, ഇതാണ് ജാതിയുടെ റൂട്ട്. അത് കൃ പ്ലസ് തിൻ കൃതിയാണ്, ജൻ പ്ലസ് തിൻ ജാതിയാണ്. അതായത് കൃ എന്നുള്ളത് ഒരു ഫിനോമിനനാണ്, ക്രിയേറ്റിവിറ്റിയാണ്. അതിൻ്റെ ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൃതി ഉണ്ടാകുന്നു. അതുപോലെ ജൻ എന്ന് വെച്ചാൽ ജന്മമാണ്, അതിലൊരു ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ജാതി ഉണ്ടാകുന്നു. അതിൻ്റെ ബേസിസിൽ ഗുരു പറയുന്നു, ഗുരുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ, ഒരു യോനി, ഒരു ആകാരം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി. ജാതി ഇല്ല എന്നല്ല, ഒരു ജാതി എന്നാണ്. ജാതി ഭേദമില്ല എന്ന് പറയുന്നു. ഈ അല്ലാതെ അത് എന്തുകൊണ്ട് ഒരു യോനിയിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഒരു ആകാരത്തിൽ എല്ലാ മനുഷ്യരും ജനിക്കുന്നു. മറിച്ച് ചില ആൾക്കാർ അങ്ങനെയും മറ്റുള്ളവർ അച്ഛൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞു അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ജാതിയാണ്, മനുഷ്യർ. അതാണ് സയൻസും പറയുന്നത്, ഒരു സ്പീഷീസാണ് ഹോമോസേപ്പിയൻസ്. അതാണ് ഗുരുവും പറയുന്നത്. അതാണ് ജാതി. പിന്നെ വർണ്ണം എന്താണ്? ഈ അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടി വരുന്നത് ഈ ഒരു ജന്മരീതി അല്ല മനുഷ്യനുള്ളത്, 4 ജന്മരീതികൾ മനുഷ്യനുണ്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. അത് നമുക്കറിയാം. ഈ ചിലർ വിരാട്ട പുരുഷൻ്റെ തലയിൽ നിന്നും തോളിൽ നിന്നും തുടയിൽ നിന്നും കാലിൽ നിന്നും ഇങ്ങനെ 4 ജന്മരീതികൾ ഉള്ളവരാണ് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഗുരു പറയുന്നത് ഈ മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ എന്ന് അറിഞ്ഞൂടാത്ത ഈ ലോകത്ത് ആരുമില്ല, കോപ്പിന ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ. ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഈ 2 വേർഷൻസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ജാതി, 4 ജാതി. ആ ജാതിയിൽ പെടാത്ത ആൾക്കാർ, ഈ ഋഗ്വേദത്തിൽ പെടാത്ത ഒരു കാറ്റഗറി, അതിൽ പഞ്ചമ ഉണ്ടെന്ന് ഋഗ്വേദത്തിൽ പറയുന്നില്ല, പക്ഷെ അതിൽ പെടാത്തവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഈ വർണ്ണം, അപ്പോൾ അതാണ് ജാതി. ഒരു ജാതി എന്നും 4 ജാതി എന്നുള്ള 2 സങ്കല്പങ്ങൾ. ഈ 4 ജാതി ഉണ്ടെങ്കിൽ എന്താണ് ഈ ജാതികൾ? ഈ മനുഷ്യരുമായിട്ട് ഈ ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ ഈ 4 ഇനങ്ങളുടെ പേരേ പറയുന്നുള്ളൂ. മനുഷ്യരാണെന്ന് പറയുന്നില്ല, മനുഷ്യൻ്റെ ജന്മരീതിയാണെന്ന് പറയുന്നില്ല. ഈ 4 ഇനങ്ങളുടെ ജന്മരീതി പറയുന്നു. പക്ഷേ ഇതിനെ മനുഷ്യരെ ആയിട്ട് ബന്ധപ്പെടുത്തുന്ന, പ്രത്യേക സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു നാരറ്റീവ് ഈ ശ്രുതിയുടെ പുറത്ത് നിന്ന്, സ്മൃതികളിലും മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും ഈ ബ്രാഹ്മണരൊക്കെ എഴുതുന്ന അവരുടെ കൃതികളിൽ നിന്നും ആണ് ഉത്ഭവിക്കുന്നത്. അപ്പം അവർ പറയുന്നത് ഈ 4 ജാതികളുണ്ട്, ഈ സമുദായങ്ങളൊക്കെ ഓരോ ജാതികൾ പെടുന്നു. ഇവർക്ക് ഓരോ സ്റ്റേറ്റസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്. ഈ വർണ്ണനമാണ് വർണ്ണം എന്ന് പറയുന്നത്. ആ വർണ്ണനത്തിൽ നിന്നാണ് ശ്രേണീകരണവും അധികാരവും എക്സ്ക്ലൂഷനും മാർജിനലൈസേഷനും പ്രിവിലേജും എല്ലാം ഈ വർണ്ണനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ വർണ്ണനത്തിൻ്റെ അടിസ്ഥാനമാണ് ജാതി. അപ്പോൾ അങ്ങനെ ജാതി ഒരു വ്യാജമായി മനുഷ്യർക്ക് മനുഷ്യരുടെ ഇടയിലുള്ള 4 സ്പീഷീസ് ഉണ്ടെന്നും 4 ജന്മരീതികളുണ്ടെന്നും അത് ശ്രേണീകരിക്കപ്പെട്ടതാണെന്നും പറയുന്ന ഒരു വ്യാജമായിട്ടുള്ള ഒരു ഡയലോഗാണ് വർണ്ണം. പക്ഷേ ഗുരുവിൻ്റെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ അക്സെപ്റ്റ് ചെയ്താൽ ഒരു ജാതി ഉണ്ടെങ്കിൽ ഈ 4 ജാതികളുടെ വർണ്ണനത്തിൻ്റെ ആവശ്യമില്ല. അത് വെറും റിഡണ്ടൻ്റായി മാറുന്നു. അപ്പോൾ ഒരു ജാതിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജാതി ഭേദവും വർണ്ണവും ഇല്ലാതാകുന്നു ഗുരുവിൻ്റെ പെർസ്പെക്റ്റീവിൽ. ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നു കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് എൻഡോഗമിയാണ്. അതായത് ഈ സമുദായങ്ങൾ തമ്മിൽ വിഭജിച്ച് വേർതിരിച്ച് അപരത്വം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ മറ്റു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ ബന്ധപ്പെടാൻ പാടില്ലെന്ന ഉള്ളൊരു നിയമമാണ് ഈ കാസ്റ്റ് സിസ്റ്റം.
അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ ഋഗ്വേദത്തിലുള്ള പുരുഷ സൂക്തത്തിൽ പറയുന്നു 4 ജന്മരീതികളുണ്ട്. മനുഷ്യൻ്റെ ആണെന്ന് പറയുന്നില്ല, സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. പക്ഷേ അത് മനുഷ്യരുടെ കാറ്റഗറി ആണെന്ന് പറഞ്ഞ് സമുദായങ്ങളെ അതിൽ കാറ്റഗറൈസ് ചെയ്ത് 4 കാറ്റഗറീസിൽ പെടുത്തി അവർക്ക് പ്രിവിലേജസും സ്റ്റേറ്റസും ഒക്കെ കൊടുത്ത് ഈ സമുദായങ്ങളെ വേർതിരിച്ച് അവരത്വം ഉണ്ടാക്കി വെക്കുന്ന ഒരു എൻഡോഗമിക് സിസ്റ്റം ആയിട്ടാണ് ഈ ജാതി സിസ്റ്റത്തിനെ നമ്മൾ കാണുന്നത്. സർ, പലപ്പോഴും പൊതുമണ്ഡലങ്ങൾക്കകത്ത് യാതൊരു മടിയും ഇല്ലാതെ ആര്യബ്രാഹ്മണനാണ് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പം എവിടെയെങ്കിലും സാർ ഈ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാൾ ബ്രാഹ്മണനാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഈ ശ്രുതികളിൽ അതാണല്ലോ ഏറ്റവും ഹയസ്റ്റ് ഡോക്യുമെന്റ്. ഈ നമ്പൂതിരി ചിത് പവൻ, ദ്വിവേദി, ത്രിവേദി ഇങ്ങനത്തെ പേരുകളൊന്നുമില്ല. ഈ സമുദായങ്ങളുടെ പേരുകളൊന്നുമില്ല. ഈ 4 ഇനങ്ങളുടെ പേര് ഈ പുരുഷ സൂക്തത്തിലുണ്ട്. പക്ഷേ ഈ പേര് മനുഷ്യ കൂട്ടങ്ങളുടെ പേരാണെന്നുമില്ല. അപ്പം ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്ന ഇവർ തന്നെയാണ്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ബ്രാഹ്മണനാന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയാണെന്ന് അവർ എന്നോട് പ്രൈവറ്റ്ലി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ ഈ 4 ഇനങ്ങളെ തന്നെ മനുഷ്യർ എഴുതി ഉണ്ടാക്കുന്നു. എന്നിട്ട് സമുദായങ്ങൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളുടെ സമുദായങ്ങൾ ഇതിൽ ഇന്ന ഇനങ്ങളിൽ പെട്ടതാണെന്ന് പറയുന്നത് ബേസിക്കലി കാറ്റഗറി 1-ൽ പെട്ട ആൾക്കാരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാറ്റഗറിയിൽ പെടണമെങ്കിൽ വ്യക്തിക്ക് പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർമ്മണ ബ്രാഹ്മൺ ഉണ്ടാകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ്ലി ഈ കാറ്റഗറിയിൽ കയറാൻ ഒക്കില്ല. ഒരു ഗ്രൂപ്പിന് മാത്രമേ കയറാൻ ഒക്കുള്ളൂ. ആ ഗ്രൂപ്പിൽ ജനിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചേർക്കുന്നവർക്ക് ഈ ബ്രാഹ്മണാകാം. പക്ഷേ ഒരു ചരിത്രത്തിൽ എവിടെയും ഒരു വ്യക്തി ഡയറക്റ്റ്ലി ഈ കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരു പാതയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സമുദായങ്ങൾ ഇവർ കാറ്റഗറൈസ് ചെയ്ത് ക്ലെയിം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റേറ്റസിനെ ക്ലെയിം ചെയ്യണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പിന്നെ ഇതുപോലെ തന്നെ ഈ 4 പ്രിവിലേജ്ഡ് കാറ്റഗറീസിൽ പെടാത്ത സമുദായങ്ങൾ ആരാണെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു റിലീജിയസ് ബേസിസും ഇല്ല. ഇപ്പം ഇവർ തന്നെ പലരും പറയുന്നത് ഈ പുരുഷ സൂക്തം പിൽക്കാലത്ത് ചേർത്തതാണ്, അല്ല ഋഗ്വേദത്തിൻ്റെ ഭാഗം അല്ല എന്ന്. എനിക്ക് അതും വളരെ പ്ലോസിബിളായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ എൻറ്റയർ സിസ്റ്റം, ഈ 4 പേര് ഋഗ്വേദത്തിൽ കൊണ്ടുവരിക, ഈ 4 പേര് മനുഷ്യ സമൂഹത്തിൻ്റെ കാറ്റഗറീസ് ആണെന്ന് പറയുക, ചില സമുദായങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തുക, ബാക്കിയുള്ളവർ ഇതിൽ പെടാത്തവരാണെന്ന് പറയുക, ഈ സമുദായങ്ങൾക്ക് പ്രിവിലേജസ് കൊടുത്തിട്ട് റൈറ്റ്സ് കൊടുത്തിട്ട് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ആ റൈറ്റ്സ് ഡിനൈ ചെയ്യുക. ഇതൊക്കെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ഷൻസ് ആണ് ഡൺ ബൈ ഹ്യൂമൻ ബീങ്സ്. അല്ലാതെ ഇതൊരു ദൈവികമാണെന്നുള്ളൊരു വ്യാജമായിട്ടുള്ളൊരു ക്ലെയിം ആണെന്ന് വളരെ 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 ക്ലിയർ ആണ്. ഇത് മറ്റേ ഒരു മലയാള സിനിമയ്ക്കകത്ത് ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽ കുമാറാണെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് ആര്യബ്രാഹ്മണനാണ് എന്ന പോലെ തന്നെ. പിന്നെ ഇതിൽ പെടാത്തവര്, അതായത് ഇപ്പോൾ നമ്മുടെ പുലയ കമ്മ്യൂണിറ്റി ആയാലും സാംബവ കമ്മ്യൂണിറ്റി ആയാലും ഈഴവ കമ്മ്യൂണിറ്റി ആയാലും ഇവരൊക്കെ ഇതിലൊന്നും പെടാത്തവരാണ്, ഇവർ അൺടച്ചബിൾ ആണെന്ന് പറയുന്ന ആരാണ്? എവിടെ എഴുതിയിട്ടുണ്ട്? വല്ല ശ്രുതിയിൽ എഴുതിയിട്ടുണ്ടോ? ഇത് ഇവരൊക്കെ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബേസിക്കലി ഒരു ബേസിക് പോയിന്റ് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് സമുദായങ്ങളെ 4 കാറ്റഗറി, അതിൽ പെടാത്തവരും 5ാമത്തെ കാറ്റഗറി, ഈ 5 കാറ്റഗറിയിലായിട്ട് സമുദായങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അതിലൂടെ കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാസ്റ്റ്. ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. ഇൻ കോൺട്രാസ്റ്റ് ഡെമോക്രസി എന്താണ്? എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ മനുഷ്യത്വവും തുല്യ പൗരത്വവും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രസി. കാസ്റ്റ് സിസ്റ്റം എന്താണ്? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിനെ എല്ലാം 5 ഗ്രൂപ്പ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിലൂടെ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് കൊടുക്കുന്നു, എടുത്തു കളയുന്നു, എന്നിട്ട് അങ്ങനെ ഭരിക്കുന്നു. ഒരു കൂട്ടത്തിനെ ഒരു അടിമകളായി മാറ്റുന്നു. വ്യക്തിക്ക് യാതൊരു റൈറ്റ്സും ഇല്ല.
ഈ കാറ്റഗറിയിൽ പെട്ടാൽ മാത്രമേ റൈറ്റ്സ് കിട്ടുള്ളൂ. ഈ 4 കാറ്റഗറിയിൽ പെട്ടാൽ നമ്പർ 1-ലാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൈറ്റ്സ്, 2-ൽ അതിനേക്കാളും കുറച്ച് കുറവ്, 3-ൽ കുറച്ചുകൂടെ കുറവ്, 4-ൽ അതിനേക്കാളും കുറവ്. ഇതിൻ്റെ പുറത്താണെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇല്ല, ഒരു റൈറ്റ്സും ഇല്ല, അടിമകളാണ്. ഇത് അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ സ്ലേവറി ആൻഡ് ബേസ്ഡ് ഓൺ ഓളിഗാർക്കി, അതാണ് കാസ്റ്റ് സിസ്റ്റം ആക്ച്വലി. ഇതിനെ സനാതനമാണ്, പൂർവ്വജന്മകർമ്മ ഫലമാണ് ഒക്കെ പറയുന്നത് ഇത് വെറും ജസ്റ്റിഫിക്കേഷനാണ്. അറ്റ് ദി എസെൻസ് ഓഫ് ഇറ്റ് ഞാനിപ്പോൾ കാസ്റ്റിനെ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. സോഷ്യൽ ആൻഡ് സോഷ്യോളജിക്കലായിട്ടൊന്നും ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ കാസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാസ്റ്റിനെ ഡിഫൈൻ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ലീഗലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കാസ്റ്റ് ഇസ് എ സിസ്റ്റം ടു വെസ്റ്റ് ആൻഡ് ടേക്ക് അവേ civil, political and economic rights from individuals based on their membership of groups. ആ മെമ്പർഷിപ്പ് ഓഫ് ഗ്രൂപ്പ്സ് കമ്പൽസറി ആക്കുന്നു. അവിടെയാണ് അംബേദ്കറിൻ്റെ എൻഡോഗമി വരുന്നത്. നമ്മൾ ജനിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മാറാനൊക്കില്ല. ആ ഗ്രൂപ്പ്സ് തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വ്യക്തിയെ ഇറേസ് ചെയ്യുന്നു, ഗ്രൂപ്പ്സിനെ ഐസൊലേറ്റ് ചെയ്യുന്നു, സൊസൈറ്റിയെ വളരെ ഡീപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് മാറാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പ്സിനെ ഈ 5 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആ കാറ്റഗറൈസേഷനാണ് കാസ്റ്റ് സിസ്റ്റം. എന്നിട്ട് അവരുടെ റൈറ്റ്സ് എല്ലാം എടുത്തു കളയുന്നു, അവർ അടിമകളാവുന്നു. അപ്പോൾ കാസ്റ്റ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതിനെ ഈ ഭരണഘടനയിലുള്ള ഡോക്ടർ അംബേദ്കറിൻ്റെ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ ചാലഞ്ച് ചെയ്യുന്നു, അതിനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് വർണ്ണഘടനയും ഭരണഘടനയും തമ്മിലുള്ള വലിയ യുദ്ധമാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. സാർ, പലപ്പോഴും ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഭൂതകാലത്തെ ഒരു അനീതിയെക്കുറിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്തിനാണ്? ഇന്നത്തെ കാലത്തൊക്കെ ജാതി ഉണ്ടോ എന്നുള്ളത്. ജാതിയുടെ ഇന്നത്തെ കാലത്തെ മാറിയ പ്രവർത്തന രീതിയെക്കുറിച്ച് അവബോധമില്ലാത്തത് കൊണ്ടുകൂടിയല്ലേ ഇങ്ങനെ പറയുന്നത്? ജാതി നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിച്ചുള്ള ഹിന്ദു മഹാസഖ്യം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹാസഖ്യത്തിൽ എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം ഉണ്ടോ? അപ്പം നമുക്ക് 2 ഭാഗമായിട്ട് ഇത് നോക്കാം. എന്താണ് കാസ്റ്റ്? ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാസ്റ്റ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അത് റൈറ്റ്സ് കൊടുക്കാനും എടുത്തു കളയാനും ത്രൂ കാറ്റഗറൈസിങ് കമ്പൽസറി മെമ്പർഷിപ്പ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ്, ആ സോഷ്യൽ ഗ്രൂപ്പിനെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്യുന്ന സിസ്റ്റമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ എസെൻസ് എന്താണ്? അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ എസെൻഷ്യൽ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് പവർ ഒരു ചെറിയ ഗ്രൂപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ്, ഒളിഗാർക്കി. അതിൻ്റെ പേരാണ് ഡോക്ടർ അംബേദ്കർ കൊടുത്ത പേര് ഓളിഗാർക്കിയാണ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകും. 1930 പ്രവചിച്ചതാണ്, കറക്റ്റായിട്ട് പ്രവചിച്ചതാണ്. ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണ്. ഓളിഗോസ് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ, ആർക്കി എന്ന് വെച്ചാൽ പവർ, മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം, ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ ഭരണം. ആ ഇന്ത്യയിൽ ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യയുടെ ഓളിഗാർക്കിയാണ് കാസ്റ്റ് സിസ്റ്റം. ആ മെത്തേഡ് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലിനെ ഇറേസ് ചെയ്യുക, കമ്മ്യൂണിറ്റീസിൽ കമ്പൽസറി മെമ്പർഷിപ്പ് ആക്കുക, കമ്മ്യൂണിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യുക, അതിലൂടെ ചുരുക്കം ചില കമ്മ്യൂണിറ്റീസിന് മാത്രം 1, 2, 3, 4 കാറ്റഗറൈസ് ചെയ്യുക, അതിൽ ഒരു ഓളിഗാർക്കി ആക്കുക, ആ ഓളിഗാർക്കിയിലൂടെ ഭരിക്കുക. ഇതാണ് ഇതിൻ്റെ എസെൻസ് ഓഫ് കാസ്റ്റ്. ഈ കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കാണുന്നത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇൻഡിവിജ്വലിനെ ഇറേസ് ചെയ്യുക, ഈ കമ്മ്യൂണിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യുക, ഇതൊക്കെ മെത്തഡോളജിയാണ്. ആ മെത്തഡോളജി ഈ ദേശകാല അവസ്ഥ അനുസരിച്ച് ഇതൊക്കെ മാറ്റേണ്ടി വരും. വളരെ ഫ്ലെക്സിബിളാണ്, മാറ്റിക്കൊണ്ടിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ചാലഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അവർ വേറൊരു തരത്തിൽ മോർഫ് ചെയ്തു ഇതിന്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇതിൻ്റെ എസെൻസ് എന്താണ്? കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ, ഇത് പഴയ കാലത്തെ പ്രശ്നമാണോ ഇന്നത്തെ പ്രശ്നമാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരൊറ്റ ടെസ്റ്റേ ഉള്ളൂ. ഈ പവർ സെൻറ്റേഴ്സിൽ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ കമ്മ്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അതാണ് കാസ്റ്റ്. പവർ ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫ്യൂ കമ്മ്യൂണിറ്റീസ്, അതാണ് കാസ്റ്റ്, എസെൻസ് ഓഫ് കാസ്റ്റ്. ഓളിഗാർക്കി ഉണ്ടോ ഇല്ലയോ, കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ എ ഫ്യൂ പീപ്പിൾ. അപ്പോൾ അത് ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഇന്നില്ലെങ്കിൽ കാസ്റ്റ് ഇല്ല, ശരിയാണ്, കാസ്റ്റ് ഇല്ല. ഇന്ന് കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇല്ലെങ്കിൽ കാസ്റ്റ് ഇല്ല. പക്ഷേ ഉണ്ടോ? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 75 വർഷമായി കേരളത്തിൽ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല. റിസർവേഷൻ 75 വർഷമായിട്ടുണ്ട്.
69 വർഷമായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ, ഷെഡ്യൂൾ ട്രൈബിൻ്റെയോ. ഒരു ഈഴവനാണ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. അല്ലാത്ത OBCയിൽ നിന്നും ഒരാൾ കൂടെ ഉണ്ട്. ഇങ്ങനെ 2-3 പേര്, ഒരൊറ്റ മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. അപ്പോൾ വലിയ ബാക്കി എല്ലാവരും 3 സമുദായങ്ങളിൽ നിന്നാണ് ഈ ബാക്കി എല്ലാവരും വരുന്നത്. കേരളത്തിൽ നിന്ന് സുപ്രീം കോർട്ടിൽ പോയിട്ടുള്ള 18 ജഡ്ജസിൽ 14 പേര് 3 കമ്മ്യൂണിറ്റീസിനാണ്. 2 ദളിത്തും 2 മുസ്ലിംസ് ഒഴിച്ചാൽ ബാക്കി 14 പേര് 3 കമ്മ്യൂണിറ്റീസാണ്. ഇന്ന് വരെ ഒരു ഈഴവൻ സുപ്രീം കോടതി ജഡ്ജായിട്ടില്ല. അപ്പം ഞാൻ ഈ 2 എക്സാമ്പിൾസ്, കുറേ കൂടെ എക്സാമ്പിൾസ് ഞാൻ പറയാൻ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വലിയ തോതിലുള്ള ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവറാണ്. കേരളത്തിലും നാഷണൽ ലെവലിൽ നോക്കിയാൽ 4 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ് ഈ റിസോഴ്സസും പവറും എല്ലാം കോൺസെൻട്രേറ്റ്. റിയൽ പവർ, ആലങ്കാരികമായിട്ടുള്ള സാധനങ്ങളല്ല, റിയൽ പവർ കടിഞ്ഞാണ് ഇരിക്കുന്നത് ഇവരുടെ കയ്യിലാണ്. അതുള്ളപ്പോൾ അതാണ് കാസ്റ്റ്. പക്ഷെ അതിൻ്റെ മെത്തഡോളജി മാറി. പഴയതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് മെത്തഡോളജി മാറി. ഇന്ന് ഈ കാസ്റ്റ്, ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ഓളിഗാർക്കി രൂപീകരിക്കുന്ന മെത്തേഡിൻ്റെ പുതിയ പേരുണ്ട്. ആ പേര് മെറിറ്റ് എന്നാണ്. മെറിറ്റിലൂടെ അവരിതിനെ നിലനിർത്തുകയാണ്, ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ. കാസ്റ്റ് മീൻസ് ഞാൻ പറഞ്ഞ പോലെ കാസ്റ്റ് ഇസ് എ സിസ്റ്റം ടു വെസ്റ്റ് ആൻഡ് ഡൈവെസ്റ്റ് പവർ, ബട്ട് വെസ്റ്റ് പവർ ഇൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിൻ്റെ ടെസ്റ്റ് എവിഡൻസ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് പവർ. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പവർ നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ കോവിഡ് വൈറസ് ഉള്ളപ്പോൾ നമുക്ക് കോവിഡ് ഉണ്ടെന്നറിയാം. കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉള്ളപ്പോൾ നമുക്ക് കാസ്റ്റ് ഉണ്ടെന്നറിയാം. അൺക്വസ്റ്റ്യനബിൾ ആണ്. പക്ഷേ ഈ കാസ്റ്റ്, ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ ആരിലാണ്? ഇപ്പോൾ ജോ ബൈഡൻ പറഞ്ഞു, ലാസ്റ്റ് സ്പീച്ചിൽ പറഞ്ഞു, അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഓളിഗാർക്കിയാണ് ഭരിക്കുന്നത്. ആ ഓളിഗാർക്കിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാസ്റ്റിലൂടെയല്ല. ആ ഓളിഗാർക്കിയിലുള്ള ആൾക്കാർ പരസ്പര ബന്ധമുള്ള ആൾക്കാരല്ല, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരല്ല, ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ല, മറ്റൊരു ടൈപ്പ് ഓഫ് ഓളിഗാർക്കിയാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ഓളിഗാർക്കി എല്ലാം പരസ്പര രക്തബന്ധങ്ങളുള്ള കമ്മ്യൂണിറ്റീസാണ്. കേരളത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ മക്കളാണെന്ന് ഏകപക്ഷീയമായി ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഇവിടെയുള്ള ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ നെപ്പോട്ടിസത്തിൽ കൂടെയാണ്, ഈ കമ്മ്യൂണിറ്റീസിൻ്റെ സ്വജന പക്ഷപാതത്തിലൂടെയാണ്. അവരുടെ വിശ്വാസത്തിൽ അവർക്ക് എന്തോ സുപ്പീരിയോറിറ്റി ഉണ്ട്, അവർ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഈ ഓളിഗാർക്കി ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് മോണാർക്കിയാണ്. ഈ ജന്മത്തിലൂടെ ഞങ്ങളുടെ കൾച്ചറും ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ ജീനിയോളജിയൊക്കെ ആൾക്കാർക്ക് മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. ബാക്കി ഇവർക്കൊക്കെ ഒരു കപ്പാസിറ്റിയും ഇല്ല, ഒരു കഴിവില്ല, ഒരു മെറിറ്റും ഇല്ല. ഇവരൊക്കെ ഭരിച്ചാൽ ഈ രാജ്യം നശിച്ചു പോകും. അങ്ങനെ അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓളിഗാർക്കി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം. അതിലൂടെയാണ് നിലനിൽക്കുന്നത്. അതാണ് കാസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് പറയാം, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് കോൺസെൻട്രേറ്റിംഗ് പവർ ഇൻ എ ഫ്യൂ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ നെപ്പോട്ടിസം. ആ നെപ്പോട്ടിസം ഉണ്ട്. അപ്പോൾ കാസ്റ്റിൻ്റെ എതിരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ നെപ്പോട്ടിസത്തിൻ്റെ എതിരെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, സ്വജന പക്ഷപാതത്തിൻ്റെ എതിരെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. നമുക്ക് 50% സീലിംഗ് റിസർവേഷൻ അല്ലേ ഉള്ളത്. നമ്മളുടെ ഈ നെപ്പോട്ടിസത്തിൻ്റെ സ്പേസ് 100% നിന്നും 50% കുറഞ്ഞിരിക്കുകയാണ്. അതിനേക്കാളും കുറയ്ക്കണം. പക്ഷെ 50% നെപ്പോട്ടിസം ഇല്ലാതെ ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ, സ്വജന പക്ഷപാതം ഇല്ലാതെ കിട്ടട്ടെ. ഇത് വെറും സ്വജന പക്ഷപാതത്തിലൂടെയാണ് നമ്മൾ ഭരിക്കപ്പെടുന്നത് ഇന്ന് ഈ രാജ്യത്ത്. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉള്ളത്. അതാണ് കാസ്റ്റ് സിസ്റ്റം. സർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ആധുനിക ജാതി പ്രവർത്തിക്കുന്നത് മെറിറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ അക്കാദമിക് ഫീൽഡും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പുത്തൻ മെറിറ്റ് വാദങ്ങൾ വളരെ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പരീക്ഷ നമ്മൾ എഴുതുന്നു, ആ പരീക്ഷയ്ക്കകത്ത് എന്നേക്കാൾ വളരെ മാർക്ക് കുറഞ്ഞിട്ടുള്ള SC/ST വിഭാഗത്തിലെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഇത് എന്നോട് ചെയ്യുന്ന എൻ്റെ ബുദ്ധിശക്തിയോ മെറിറ്റിനോട് ചെയ്യുന്ന അനീതിയല്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാദം തന്നെയല്ലേ? അല്ല, നമ്മൾ ഈ കാസ്റ്റിനെ കാണേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഓഫ് കോൺസെൻട്രേറ്റിംഗ് പവർ ത്രൂ സ്ക്രീനിങ് ആണ്. കാസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് സ്ക്രീനിങ് ആണ്, സ്ക്രീനിങ് ഔട്ട്. ഈ 3 കേരളത്തിലാണെങ്കിൽ 3 കമ്മ്യൂണിറ്റീസിൽ പെടാത്ത ആൾക്കാരെ സ്ക്രീൻ ഔട്ട് ചെയ്യണം, എന്നിട്ട് ഇവരെ മാത്രം അഡ്മിറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ പേർപ്പസാണ്. അപ്പോൾ ഇത് പഴയതുപോലെ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ത്രൂ
കമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ മാർക്ക് സെലക്ഷനിലൂടെയാണ്. ഇതാണ് മെറിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കരിക്കുലം ഡിസൈഡ് ചെയ്യുന്നതും ഇതിൻ്റെ എക്സാമിനറിനെ സെലക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഇവാലുവേഷൻ ചെയ്യുന്നതും ഇതിൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്നതും ഇവരുടെ മാർക്ക് കൊടുക്കുന്നതും ഒക്കെ ഈ ഓളിഗാർക്കിയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് ഒരു ചോദ്യം ചോദിക്കുന്നു, പോളണ്ടിൻ്റെ ക്യാപിറ്റൽ എന്താണ്, പോളണ്ടിൽ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി എന്താണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഒരു ഫെമിലിയാരിറ്റി വിത്ത് സർട്ടൻ കൈൻഡ്സ് ഓഫ് നോളജ്. ആ നോളജ് ആർക്കാണ് സാധാരണ എക്സ്പോഷർ ഉള്ളത് അവർക്കൊരു അഡ്വാൻറ്റേജ് വരും. അല്ലെങ്കിൽ രണ്ടാമത് എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? അബിലിറ്റി ടു ലേൺ ബൈ ഹാർട്ട്. അത് ഇതൊരു വളരെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ഐഡിയ ആണ്. പക്ഷേ ഈ ലേണിംഗ് നമ്മുടെ ബൈ ഹാർട്ട് എന്നുള്ള സിസ്റ്റം വളരെ ഡാമേജിങ് ആണ്. അതിന് പല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ വി ഷുഡ് നോട്ട് ലേൺ ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ, വി ഷുഡ് ലേൺ ഹൗ ടു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ മറ്റുള്ള ചിന്തകൾ അടിച്ച് ഉള്ളിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നാച്ചുറലി ഇതിന് ട്രെയിനിങ് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് കാണും. നമുക്ക് വേണ്ടത് ആക്ച്വലി മെറിറ്റ്. ഇന്നത്തെ കാലത്ത് മെറിറ്റ് എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇമാജിനേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി, കോംപ്ലെക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. ഈ ക്രിയേറ്റിവിറ്റിയാണ് വാസ്തവത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ബൈ ഹാർട്ട് പഠിക്കുക, ഈ യൂസ്ലെസ് ആയിട്ടുള്ള ട്രിവിയൽ നോളജ് ചോദിക്കുക, ഇതൊന്നും മെറിറ്റ് അല്ല. ഞാൻ പലപ്പോഴും പറയും, ഈ പോളണ്ടിൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു 150 ഫാമിലീസിന് ഒരു ടോയ്ലറ്റേ ഉള്ളൂ എങ്കിൽ അത് ഒരു വ്യക്തി എങ്ങനെയാണ് ആ ടോയ്ലറ്റിനെ ഉപയോഗിക്കാൻ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ സെൽഫ് ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കൊളാബറേഷനും കോഓപ്പറേഷനും വേണം. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ ആർക്ക് അതിനെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ ഒക്കും, ആർക്ക് അതിനെ ശരിക്കും മനസ്സിലാക്കാൻ ഒക്കില്ല. ഇത് ഏതെങ്കിലും ഒരു ബുക്ക് നോക്കി ഒരു ഇൻ്റർനെറ്റിൽ നോക്കി പഠിക്കാനൊന്നും കാര്യമില്ല. ഇത് ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവിങ്, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്ത് കൺഫ്രണ്ട് ചെയ്തുള്ള ശരിക്കുള്ള ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻ്റർ ആൻഡ് ലഗാറെ എന്നുള്ള 2 വാക്കുന്നാണ് വരുന്നത്. ലഗാറെ മീൻസ് ടു ഡ്രോ ഔട്ട്, ഇൻ്റർ എന്ന് വെച്ചാൽ വാട്ട് ലൈസ് ഇൻ ബിറ്റ്വീൻ. ഇൻ്റലിജൻസ് ഇസ് ദി എബിലിറ്റി ടു സീ വാട്ട് ഇസ് നോട്ട് ഓബ്വിയസ്. ഈ ഒരു ആളും ഒരു ടോയ്ലറ്റും 150 ഫാമിലീസ് ഉണ്ടെങ്കിൽ നോട്ട് ഓബ്വിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി തരണം ചെയ്താലേ അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ നോക്കുള്ളൂ. അപ്പോൾ റിയൽ ഇൻ്റലിജൻസ് മെറിറ്റ് അല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ബൈ ഹാർട്ട് വല്ല ട്രിവിയ പഠിക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ കുറേ വർഷം ലോ പഠിപ്പിച്ചിട്ടുണ്ട് US. അപ്പോൾ അവിടെ ഈ എക്സാംസിലൊന്നും ഈ മെമ്മറി ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല. ഓപ്പൺ ബുക്ക് എക്സാംസ് ആണ്, ടേക്ക് ഹോം എക്സാമിനേഷൻസ് ആണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് പേപ്പർ എഴുതാം. ടേക്ക് ഹോം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീട്ടിൽ പോയിരുന്ന് ഒരാഴ്ച എഴുതിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തന്നാൽ മതി. ഈ ബൈ ഹാർട്ട് അറിയുന്നതിന് ഒരു മെമ്മറി വേണം എന്നല്ല പറയുന്നത്. പക്ഷേ വെറുതെ മനസ്സിൽ ഇങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് ബൈ ഹാർട്ട് പഠിച്ച് അതിനെ റിവാർഡ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് പേര് മെറിറ്റ് എന്നല്ല, അതിൻ്റെ പേര് ബ്രാഹ്മണിസം എന്നാണ്, അതിൻ്റെ പേര് കാസ്റ്റ് എന്നാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഹൗ ബ്രാഹ്മണിക്കൽ യു ആർ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്, നോട്ട് ഹൗ മച്ച് മെറിറ്റ് യു ഹാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണല്ലോ പറയുന്നത്. ആക്ച്വലി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം മമ ഗുണം, എൻ്റെ ഗുണവും, മമ കർമ്മം, ഞാൻ ചെയ്യുന്ന എൻ്റെ കൾച്ചറും. കർമ്മം ഇസ് കൾച്ചർ ഇൻ്റർപ്രറ്റ് ചെയ്താൽ എൻ്റെ ഗുണവും എൻ്റെ കൾച്ചറുള്ള ആൾക്കാരെ എൻ്റെ കൾച്ചർ അനുസരിച്ച് ഞാൻ ആളുകളെ വിഭജിക്കുന്നു. അതനുസരിച്ച് ഞാൻ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാക്കുന്നു, ഞാൻ ആളുകളെ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേര് നെപ്പോട്ടിസം എന്നാണ്, ഇതിൻ്റെ പേര് സ്വജന പക്ഷപാതം എന്നാണ്. ഇത് മെറിറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും മെറിറ്റ് വേണമെങ്കിൽ നമ്മൾ ഓരോ ജോലിക്കും കോമ്പിറ്റൻസി എന്താണ് വേണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ കോമ്പിറ്റൻസി എങ്ങനെ മെഷർ ചെയ്യുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം, അതിനെ ഒബ്ജക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ആളുകളെ സെലക്ട് ചെയ്യണം. അല്ലാതെ ചുമ്മാതെ ഈ ഇറെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ടൊക്കെ പഠിച്ചിട്ട് ഇതൊരു വെറും എക്സ്ക്യൂസാണ്. നെപ്പോട്ടിസത്തിൻ്റെ വെറും എക്സ്ക്യൂസാണ് നമുക്കിവിടെയുള്ള സെലക്ഷൻ സിസ്റ്റം.
പല യെയിൽ യൂണിവേഴ്സിറ്റിയിലെ ലോ സ്കൂളിലൊക്കെ ഇപ്പോൾ അവർ മാർക്ക് കൊടുക്കുന്നതിന് പകരം പാസ് ഫെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ മാർക്കൊന്നും കൊടുത്തിട്ട് ഒരു ഇൻഡിക്കേഷനും അല്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ, ഡിപ്പെൻഡ്സ് ഓൺ ദി ആൻസർ. ഈ വളരെ ബുദ്ധിയുള്ള വളരെ ആലോചിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഈ ലോ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് പലർക്കും ഈ ഓരോ ക്വസ്റ്റ്യനിലും അതിൻ്റെ സങ്കീർണത അവർക്ക് കാണാൻ ഒക്കും. ഇതൊന്നും അറിയാതെ ഒരു ബബിളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ഒക്കും. പക്ഷേ അല്ലാത്തവർക്ക് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല. ഞാൻ തന്നെ ഈ IAS ഇൻ്റർവ്യൂവിൽ ഞാൻ IAS എഴുതിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ പാനലിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഒരു ലീഗൽ ഫീൽഡിൽ നിന്നായതുകൊണ്ട് ഈസ് ഇന്ത്യ ജസ്റ്റ് സൊസൈറ്റി എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഈ ബബിൾ എന്ന് വരുന്ന ഈ സവർണ എന്താണ് ഈ ഒളിഗാർക്കിക് ബബിൾ എന്ന് വരുന്ന ആൾക്കാർ ഉടനെ പറയും, ഓഫ് കോഴ്സ് സർ, ഇന്ത്യ ഇസ് എ ജസ്റ്റ് സൊസൈറ്റി, പ്ലാനിങ് നമുക്ക് അന്ന് പ്ലാനിങ് സിസ്റ്റമുണ്ട്, ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഈ പ്രോഗ്രാം ഉണ്ട്, മറ്റേ പ്രോഗ്രാം ഉണ്ട്, ഈ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാരണം ഇന്ത്യ ഇസ് എ ജസ്റ്റ് സൊസൈറ്റി. ഒരാൾ ഒരു നോൺ ഒളിഗാർക്കിക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, സാറേ എന്താണ് ഈ ചോദ്യം, ആ വാക്കുകളല്ല എന്നോട് നോക്കി പറഞ്ഞു, എന്ത് ചോദ്യമാണ് ഈ ഏത് രാജ്യത്താണ് സാറ് താമസിക്കുന്നത്, ഇവിടെ എന്താ ജസ്റ്റിസ് ഉള്ളത്? വളരെ സങ്കീർണമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ തന്നു. ഈ സൊസൈറ്റിയുടെ റിയലിസ്റ്റിക്. അയാൾക്ക് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ലോ മാർക്സാണ് കൊടുത്തത്. അയാൾക്ക് കിട്ടിക്കാണില്ല. ഞാൻ ഹയസ്റ്റ് മാർക്സ് കൊടുത്തത് വേറൊന്നും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കാരണമല്ല, അയാളുടെ ഇൻ്റലിജൻസ്, ഹിസ് അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സൊഫിസ്റ്റിക്കേഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. എന്താണ് ജസ്റ്റിസ്, എന്താണ് ഇൻജസ്റ്റിസ്, ഇവിടെ എന്താണ് നടക്കുന്നത്? വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരാൾ ഒരു IAS ഓഫീസറായിട്ട് ഒരു കലക്ടർ ആയിരുന്നെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തേനെ. പക്ഷേ നമ്മുടെ സിസ്റ്റം മെറിറ്റിൽ മാർക്ക് എഴുതി കുറച്ച് കൊടുക്കുന്നു, ഇയാൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് എല്ലാ മനുഷ്യരിലും കപ്പാസിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഹൗ ടു അൺലീഷ് ഇറ്റ്, ഹൗ ടു പ്രൊവൈഡ് ചാനൽസ് ഫോർ ദാറ്റ്. അതായിരിക്കണം നമ്മുടെ സെലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്. അല്ലാതെ ആളുകളെ അടിച്ചമർത്തി ഒരു ഫോഴ്സ് ഫിറ്റ് ഇൻ ടു എ ഫോർമാറ്റ് വിച്ച് ഇസ് മമ ഗുണവും മമ കാരണവും ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു എൻക്വയറിയാണ്. നിൻ്റെ കൾച്ചറും നിൻ്റെ സംസ്കാരവും നിൻ്റെ ഗുണങ്ങളും എന്നെപ്പോലെയാണോ അല്ലയോ എന്നുള്ള എൻക്വയറിയാണ് നടക്കുന്നത്. എന്നെപ്പോലെ അല്ലെങ്കിൽ നിനക്ക് മെറിറ്റ് ഇല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ റിയൽ മെറിറ്റ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മെറിറ്റ് അല്ല, ഒരു സിസ്റ്റം ഓഫ് നെപ്പോട്ടിസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ പുനർചിന്ത ചെയ്യണം, ഡെമോക്രറ്റൈസ് ചെയ്യണം. കാസ്റ്റ് ഇസ് എ സിസ്റ്റം ഓഫ് നെപ്പോട്ടിസം. അതിനെയാണ് ആക്ച്വലി ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് നെപ്പോട്ടിസം വിച്ച് റിസൾട്ട്സ് ഇൻ ആൻ ഓളിഗാർക്കി ആൻഡ് ദാറ്റ് ഓളിഗാർക്കി ഈസ് റൂളിങ് ദ കൺട്രി. ഞങ്ങൾ തന്നെ എഴുതുന്ന JRF എക്സാമിനേഷനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അപ്പം ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ നൽകുന്ന നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷന് ആദ്യ ഭാഗത്ത് ജനറൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ ഈ ജനറൽ നോളജ് എന്ന് വരുന്നത് ഇപ്പം ഈ അടുത്തായിട്ട് പ്രത്യേകിച്ച് ഹിന്ദുത്വ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഹനുമാൻ എടുത്ത മലയുടെ പേരാ ചോദിക്കുന്നത്. ആസ് ഇഫ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ മരുത്തമല പൊന്തിച്ചു പോകണമെന്നാണ് ഇവർ എക്സ്പെക്ട് ചെയ്തത് നമ്മളെക്കൊണ്ട്. അപ്പൊ ഇത്ര ഒരു റെലവൻസും ഇല്ലാത്ത സബ്ജക്റ്റുമായി ഒരു റെലവൻസും ഇല്ലാത്ത കാര്യങ്ങളെ കൃഷ്ണൻ എന്താണ് കട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളെയാണ് ജനറൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള നോളജിനെ ജനറൽ നോളജ് ഇക്വേറ്റ് ചെയ്യുക തന്നെയാണ്. അല്ലെ, ഇത് ഇസ് എ ടെസ്റ്റ് ഓഫ് യുവർ നോളജ് ഓഫ് ബ്രാഹ്മിനിസം. അത്രേ ഉള്ളൂ. മെറിറ്റ് ഈക്വൽസ് ടു ബ്രാഹ്മിനിസം. നിങ്ങൾക്ക് എത്ര ബ്രാഹ്മിനിസമായിട്ട് നിങ്ങളുടെ, അതായത് മമ ഗുണം, അത് ബ്രാഹ്മിനിസമാണ്. മമ ഗുണം ഉണ്ടോ ഇല്ലയോ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ഗുണമല്ല, അത് മെറിറ്റ് അല്ല. അത് ജനങ്ങൾക്ക് ഗുണമുണ്ടോ, ഒരു ഡെമോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നു, അതിന് ഹെൽപ്ഫുൾ ആണോ, സാധാരണക്കാരെ എങ്ങനെ ബെനിഫിറ്റ്, അതല്ലല്ലോ നമ്മൾ നോക്കുന്നത്. വെരി കറക്റ്റ്. സാർ ഇതിനോട് ചേർത്ത് തന്നെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായുള്ള ഡോക്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ദളിത് ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾ പറയുന്ന സ്കോളേഴ്സും ഒക്കെ പറയുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, പലപ്പോഴും അവർ നേരിടേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, റിസർവേഷനിലൂടെ വന്ന നിങ്ങൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യക്തിയാണോ, നിങ്ങൾക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അവർ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ മെറിറ്റ് വാദവും ഫാക്ടുകൾ പഠിക്കേണ്ടതിന്റെ റെലവൻസ് ഇല്ലായ്മയൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു ശാസ്ത്രീയ വിഷയത്തിൽ അങ്ങനെയാണോ, നിങ്ങൾ കോമ്പീറ്റന്റ് ഇനഫ് ആണോ, നിങ്ങൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയെ കുറിച്ചുള്ള ആകുലത എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പൊതുവെ ദളിതരായി ആദിവാസികളായ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ല, അപ്പൊ നിങ്ങൾ കോമ്പീറ്റന്റ് അല്ല ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം അബദ്ധജടിലമല്ല? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മലയാളി മെമ്മോറിയലിലേക്ക് തിരിച്ചു പോകണം.
അപ്പോൾ മലയാളി മെമ്മോറിയലിൽ ഇവിടുത്തെ നമ്പൂതിരിമാരും നായന്മാരും എന്താ പറഞ്ഞത്? ഈ തുളു ബ്രാഹ്മിൻ, തമിഴ് ബ്രാഹ്മിൻസിന് ഒരു ഓളിഗാർക്കി പാടില്ല, ഞങ്ങൾക്കും അവസരം വേണം, ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, ഞങ്ങൾക്ക് റിസർവേഷൻ വേണം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞോ ഇതിലൂടെ സെലക്ഷൻ കിട്ടുന്ന ഡോക്ടർമാരാകുന്ന നായന്മാർക്കും നമ്പൂതിരിമാരും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്ന് ചോദിച്ചോ? അവർക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇതൊരു ഫെയർ സിസ്റ്റമാണ്. അത് ഈ തുളു ബ്രാഹ്മണനും തമിഴ് ബ്രാഹ്മണനും അവിടെ ഇരിക്കുന്ന അവർ മെറിറ്റ് കൊണ്ടാണ്, ഞങ്ങൾക്ക് മെറിറ്റ് ഇല്ല എന്ന് അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ മെറിറ്റ് ഇല്ല എന്ന്, റിസർവേഷന് മെറിറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ തെറ്റായിരുന്നു. ആ ഡിമാൻഡ് അവർ വെക്കരുതായിരുന്നു. അവർ ആ ഡിമാൻഡ് വെച്ചാൽ ഇനി അവർക്ക് ഈ വാദം പറയാൻ ഉള്ള മോറൽ റൈറ്റ് ഇല്ല. പിന്നെ ഓക്കെ, അതൊരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് ഈ കോമ്പിറ്റൻസി അവർ ഡിഫൈൻ ചെയ്യണ്ടേ? എന്താണ് കോമ്പിറ്റൻസി? ആരാണ് ഡോക്ടർ ആകാനുള്ള കോമ്പിറ്റൻസി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണ്ടേ? അതെവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻസ് ഓൺ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നോക്കിയിട്ടല്ലേ ആൾക്കാർ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻസ് ടെസ്റ്റിൽ എന്താണ് ചോദിക്കുന്നത് ഇല്ലേ? ജനറലായിട്ട് സയൻസിനെ കുറിച്ചാണെങ്കിലും ജനറൽ സയൻസ് നോളജ് അല്ലേ? അതും ഡോക്ടറുമായിട്ടുള്ള എന്താ ബന്ധം? ഇപ്പം ഞാൻ ലോ സ്കൂളിലൊക്കെ എനിക്ക് മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് അറിയില്ല, അധികം അറിയില്ല, എനിക്ക് തീരെ ടെക്നിക്കലി അറിയില്ല. പക്ഷേ ലോ എക്സാമിനേഷനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ലോജിക്, റീസണിങ്, പിന്നെ കുറച്ച് ലോയിനെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ നമ്മൾ ശരിക്കും ചോദിക്കേണ്ടത് എന്താണ്? ഒരു ലോ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഡു യു ഹാവ് എ പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ പലരും ലോയിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഇൻജസ്റ്റിസ് ചെയ്യുകയാണ്, പണമുണ്ടാക്കാൻ വേണ്ടി വരുന്നു. ഈ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, കോവിഡ് ഇല്ലാത്തൊരു ജയിലിലാക്കി, അദ്ദേഹം അവിടെ മരിക്കുന്നു. എന്നെ ഇവിടെ നിർത്തിയാൽ ഞാൻ മരിക്കുമെന്ന് കോടതിയോട് പറയുന്നു, മരിക്കുന്നു. ഇത് ചെയ്തതെല്ലാം ലോ ഗ്രാജുവേറ്റ്സ് ആണ്, അല്ലാതെ സീക്രട്ട്ലി RSSകാർ വന്ന് രാത്രി ഇയാളെ പിടിച്ചുകൊണ്ട് പോയതല്ല. ലോ ഗ്രാജുവേറ്റ്സ് ആണ് ഇയാളെ ഓത്തറൈസ് ചെയ്ത്, അറസ്റ്റ് ചെയ്യാൻ ഓത്തറൈസ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതും. ഹൈക്കോടതി ജഡ്ജസ് വരെ ഇവരെല്ലാം ലോ പഠിച്ച ആൾക്കാരാണ്. ഒരു 84 വയസ്സുള്ള ഇന്ന് വരെ ഒരു കുറ്റകൃത്യം അദ്ദേഹത്തിൻ്റെ എതിരെ പറയാത്ത ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റായ ഒരു സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് മരണം ഉണ്ടാക്കിയ ആൾക്കാർ ലോ ഗ്രാജുവേറ്റ്സ് ആണ്. ഇവർ കോമ്പിറ്റൻ്റ് ആണോ ലോ ചെയ്യാൻ? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആർട്ടിക്കിൾ 39A അനുസരിച്ച് ടു പ്രൊമോട്ട് ജസ്റ്റിസ് ആണ്. ദി ഓപ്പറേഷൻ ഓഫ് ദി ലീഗൽ സിസ്റ്റം ഷാൽ പ്രൊമോട്ട് ജസ്റ്റിസ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് ആർട്ടിക്കിൾ 39A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഹൗ ഹാസ് ദ ഡെത്ത് ഓഫ് സ്റ്റാൻ സ്വാമി പ്രൊമോട്ടഡ് ജസ്റ്റിസ്? അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് ലോയേഴ്സ് ആയിട്ട്. ഇത് മെഡിക്കൽ പ്രൊഫഷനിൽ സെലക്ട് ചെയ്യുന്ന എല്ലാവരും കോമ്പിറ്റൻ്റ് ആണോ ഡോക്ടേഴ്സ് ആകാൻ? ഈ IASൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ആർ ദേ കോമ്പിറ്റൻറ്റ് ടു ബി അഡ്മിനിസ്ട്രേറ്റേഴ്സ്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഈ നമ്മുടെ നീറ്റും IAS എക്സാംസിൻ്റെ ഒക്കെ മെത്തഡോളജി അവർ കോപ്പി ചെയ്യാത്തത്? ഇത് ഏറ്റവും മെറിറ്റോറിയസ് നല്ലൊരു സിസ്റ്റമാണെങ്കിൽ ഈ സിസ്റ്റം വെച്ചിട്ടല്ലേ അവർ സെലക്ട് ചെയ്യേണ്ടത്? അവർ സെലക്ട് ചെയ്യുന്നില്ല. ഈ അമേരിക്കയിലൊക്കെയുള്ള ബെസ്റ്റ് ലോ സ്കൂൾസ് പലപ്പോഴും ഈ ലോ സ്കൂൾസ് അഡ്മിഷൻ ടെസ്റ്റ്, ഇപ്പോൾ ഹാർവർഡ് ലോ സ്കൂളൊക്കെ അത് കമ്പൽസറി അല്ല എന്ന് പറയുകയാണ്. കമ്പൽസറി ആണെങ്കിൽ അത് എഴുതിയെങ്കിലും അതിൽ കുറവ് മാർക്കുള്ള ആൾക്കാർ അവരെ പ്രിഫറൻസ് കൊടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? അവർ നോക്കുന്നത് ഇത് ലോയുടെ ഫങ്ഷൻ എന്താണ്? ആർട്ടിക്കിൾ 39A പറയുന്നു എൻറ്റയർ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇസ് ടു പ്രൊമോട്ട് ജസ്റ്റിസ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റും അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും സ്കിൽസും ഞാൻ QASK എന്നാണ് പറയുന്നത്, ക്വാളിറ്റീസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് നോളജ്. അതിനു വേണ്ടിയുള്ള QASK ഉള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിങ് ഇതിൻ്റെ പേർപ്പസ് ഈ ഓളിഗാർക്കിയിൽപ്പെട്ട 3-4 കമ്മ്യൂണിറ്റീസിൽ പെടാത്ത ആൾക്കാരെ, ഗുണമില്ലാത്ത ആൾക്കാരെ സ്ക്രീൻ ഔട്ട് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ശരിക്ക് സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് മസ്റ്റ് ബി റെലവൻറ്റ് ടു ദ പേർപ്പസ് ഓഫ് ദ സെലക്ഷൻ. ഇപ്പോൾ ഇതൊരു വെറും ഫ്രോഡാണ്. ഇത് എല്ലാ മനുഷ്യർക്കും
ഞാൻ പറഞ്ഞ പോലെ ബുദ്ധി എന്നുള്ള ഒരു സംസ്കൃത വാക്കാണ്. ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം. IQ അല്ലേ, ഇൻ്റലിജൻസ് ക്വോഷ്യൻ അല്ലേ. ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റലിജൻസ് ഇസ് ദി അബിലിറ്റി ടു സീ വാട്ട് ഇസ് നോട്ട് ഓബ്വിയസ്. അത് എല്ലാവർക്കും ഉണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. പക്ഷേ വി മസ്റ്റ് അലൈൻ പീപ്പിൾ ടു ദ പേർപ്പസസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ദേ ആർ ജോയിനിങ്, പ്രൊഫഷൻ വിച്ച് ദേ ആർ ജോയിനിങ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വലിയൊരു ഫ്രോഡാണ്. അതായത് ഇതിൻ്റെ എവിഡൻസ് നമ്മൾ കാണുന്നത്, ഇത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചാലും അവസാനം ഈ 3-4 കമ്മ്യൂണിറ്റീസ് ആൾക്കാർക്കേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു സ്ക്രീനിങ് ഔട്ട് പ്രോസസ്സാണ്, ഇതൊരു നെപ്പട്ടിസത്തിൻ്റെ പ്രോസസ്സാണ്. അല്ലാതെ ഇതിൽ യാതൊരു മെറിറ്റും ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് us ലുക്ക് അറ്റ് ദ റിസൾട്ട്. പിന്നെ റിസൾട്ടിൽ നിന്ന് പറയുന്നു ഞങ്ങൾക്കെല്ലാം മെറിറ്റ് ഉണ്ട്, മാർക്കുണ്ട്. എന്നാൽ പിന്നെ ഇത്ര നല്ല സിസ്റ്റമാണെങ്കിൽ ഞാൻ പറഞ്ഞു വരും, എന്തുകൊണ്ട് ലോകം മുഴുവൻ ഇതിനെ കോപ്പി ചെയ്യുന്നില്ല? ഈ ഇന്ത്യൻ കമ്പനീസ് പോലും ഇതിനെ കോപ്പി ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് സെലക്ഷനാണ്, ഇതൊരു പ്രൊഫഷണൽ സിസ്റ്റം ഓഫ് സെലക്ഷൻ അല്ല. ചില ബ്രാഹ്മണിസത്തിൻ്റെ കൂടെയുള്ള ആറ്റിറ്റ്യൂഡും കമ്മിറ്റ്മെൻറ്റും ഉണ്ടോ? അതിനെ ചാലഞ്ച് ചെയ്യുമോ? അതോ അതിൽ കുറിച്ച് നോളജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ഗിവൺ എ റോൾ ഇൻ ദിസ് ഓളിഗാർക്കിക് ഗവർണൻസ് സിസ്റ്റം ഓഫ് ഇന്ത്യ. അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ എപ്പോഴത്തെയും എയിം എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണല്ലോ, വ്യക്തികളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതേ അല്ലല്ലോ. പക്ഷേ മെക്കിൻസി നടത്തിയിട്ടുള്ള ഡൈവേഴ്സിറ്റി മാറ്റേഴ്സ് എന്ന് പറയുന്ന പഠനത്തിൻ്റെ അകത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട ഫേംസ് ഒക്കെ തന്നെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ പോളിസിയിലൂടെ ഈ മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ എടുത്തതോടുകൂടി അവിടെ പ്രോഫിറ്റ് മാസീവായി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ് തെളിയിച്ചത്. അപ്പം ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് അത്യന്തികമായിട്ട് ആ ഒരു സിസ്റ്റത്തിന് തന്നെ ഗുണമുണ്ടാകുന്നു എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും അതിൽ ഒരു വളരെ നല്ലൊരു ഒരു വീഡിയോ ഉണ്ട്. സ്റ്റീവ് ജോബ്സ് പറയാണ്, എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത വൺ ഓഫ് ദി ഇവൻറ്റ്സ്, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഡിവോഴ്സ് ചെയ്ത ഒരു വയസ്സായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ കണ്ടാൽ കുറച്ച് പേടിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ അയാളുടെ ലോൺ മൂവ് ചെയ്തിട്ട് കുറച്ച് പോക്കറ്റ് മണി പൈസ അയാൾ എനിക്ക് പൈസയൊക്കെ തന്നിട്ടുണ്ട്. ഒരു ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാൻ വിളിച്ചിട്ട് അയാളുടെ വീട്ടിൻ്റെ കാർ ഷെഡിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഒരു ഡ്രം ഉണ്ടായിരുന്നു. ആ ഡ്രം ഈ കല്ലുകൾ റോൾ ചെയ്യുന്ന ഡ്രമ്മാണ്. അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രമ്മാണ്. അതിലൊരു ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട്. ഈ ഡ്രം ഇങ്ങനെ കല്ലുകളെ റോൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഈ ഡ്രമ്മിനെ കാണിച്ചു. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലെ കോമ്പൗണ്ടിലേക്ക് പോയിട്ട് വെറും അതിൽ പറഞ്ഞ അഗ്ലി, അതായത് കാണാൻ കൊള്ളാത്ത കുറേ കല്ലുകൾ എടുത്തിട്ട് കൊണ്ടുവന്ന് ഈ ഡ്രമ്മിലിട്ടു. ഈ ഡ്രമ്മിലിട്ടിട്ട് അതിൽ കുറച്ച് ഗ്രിറ്റ്, കുറച്ച് വേറെ ഒരു ചെളി ഇട്ടു, കുറച്ച് വെള്ളവും ഇട്ടു. എന്നിട്ട് ഈ ഡ്രമ്മിനെ ഓപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു, നീ നാളെ രാവിലെ വരാൻ പറഞ്ഞു. ഇത് ഉച്ചയ്ക്ക് ശേഷം നാളെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ പയ്യനായ സ്റ്റീവ് ജോബ്സ് അടുത്ത ദിവസം രാവിലെ തിരിച്ചു വന്നു. ഈ ഡ്രം തുറന്നപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുന്നത്, ഞാൻ കണ്ടത് അതിസുന്ദരമായ സ്റ്റോൺസാണ്, അതിസുന്ദരമായ മനോഹരമായിട്ടുള്ള സ്റ്റോൺസാണ്. അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുകയാണ്, ഇതെങ്ങനെ ഉണ്ടായി? ഈ സ്റ്റോൺസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊളൈഡ് ചെയ്താണ് ഈ ബ്യൂട്ടിഫുൾ സ്റ്റോണായി മാറുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ ഈ കൊളിഷൻ വേണം. ഒരു ടീം ഉണ്ടാക്കിയിട്ട് ദേ മസ്റ്റ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, ദേ മസ്റ്റ് ക്വസ്റ്റ്യൻ ഈച്ച് അതർ, ദേ മസ്റ്റ് ഇൻറ്ററോഗേറ്റ് ഈച്ച് അതർ, ദേ മസ്റ്റ് ആ കൊളിഷനിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ടീംസൊക്കെ ഫോം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ പയ്യനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈ മോഡലിലാണ് ആ കമ്പനി, ആപ്പിൾ കമ്പനി ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇത് ഒരു കൊളിഷനും പാടില്ല. നമ്മുടെ ഈ നെപ്പോട്ടിസ്റ്റിക് ആയിട്ട് നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആൾക്കാരെയും മാത്രം ഇവിടെ ഭരിക്കണം, ടീംസിലുണ്ടാവണം. ഇവിടെ ഒരു ക്വസ്റ്റ്യനിങ് പാടില്ല. എല്ലാം ബൈ ഹാർട്ട് സെയിം തിങ് പഠിക്കണം. കൃഷ്ണൻ തിന്നത് എന്താണ്, കട്ടത് എന്താണ്, ഹനുമാൻ എവിടെ കൂടെ പോയി, ഏത് റൂട്ട് എടുത്തു, എവിടെ റെസ്റ്റ് സ്റ്റോപ്പ് എടുത്തു, ഇതെല്ലാം ഒരേ രീതിയിൽ പഠിക്കണം. വൺ നേഷൻ, വൺ മൈൻഡ്, വൺ നോളജ്, എല്ലാം കൂടെ വൺ ആക്കി വെച്ചാൽ നമ്മൾ എവിടെ പോകും? ഈ പാറകൾ അതുപോലെ തന്നെ ഇരിക്കില്ല. അത് ഒരിക്കലും ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് ആയിട്ട് മാറാൻ പറ്റില്ലല്ലോ.
അപ്പം നമുക്ക് വേണ്ടത് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വെറും ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് അല്ല, ഈ ഡൈവേഴ്സ് എക്സ്പീരിയൻസസ് ആണ്, ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ് ആണ്. വാട്ട് വി ആർ സെർച്ചിങ് ഫോർ ഇസ് എ പൊട്ടൻഷ്യൽ ഫോർ ഡിസഗ്രിമെൻറ്റ്, നോട്ട് ദ പൊട്ടൻഷ്യൽ ഫോർ എഗ്രിമെൻറ്റ്. ആ ഡിസഗ്രിമെൻറ്റിൽ നിന്നാണ്, ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റിലൂടെയാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും സംസാരിക്കും, വി മേ നോട്ട് അഗ്രി വിത്ത് ഈച്ച് അതർ, പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിക്കും, ഹോപ്പ്ഫുള്ളി ദീനുവും പഠിക്കും. ആ ഡിസഗ്രിമെൻറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവർ വാസ്തവത്തിൽ ഈ നെപ്പോട്ടിസ്റ്റിക് കുറച്ച് 3-4 ഹോമോജീനസ് കമ്മ്യൂണിറ്റീസ്, ആ കമ്മ്യൂണിറ്റീസിൻ്റെ ഉള്ളിൽ കുറച്ച് ഫാമിലീസിൽ നിന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റീസിൽ പോലും ഡൈവേഴ്സിറ്റി ഇല്ല, കുറച്ച് ഫാമിലീസിൻ്റെ കയ്യിലാണ്. മാതിരി ബനാന റിപ്പബ്ലിക് പോലെ ആയിരിക്കുകയാണ് ഇന്ത്യ, ഈ ലാറ്റിൻ അമേരിക്കയിൽ അവിടെയൊക്കെ ഉള്ളതുപോലെ കുറച്ച് ഫാമിലീസിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് നെപ്പോട്ടിസ്റ്റിക് സിസ്റ്റമാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഈ മറ്റേതാണ് മറിച്ചതാണ്, ഈ റിലീജിയസ് ആണ്, ഇതൊന്നുമല്ല. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇവരുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷേ ഈ സാധാരണക്കാരുടെ കണ്ടീഷൻ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞ ഓളിഗാർക്കി ആയിരിക്കും, പ്രാതിനിധ്യ ജനാധിപത്യം വേണം. പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വെച്ചാൽ ഈ നെപ്പോട്ടിസം ഫ്രീ സ്പേസസ് ഉണ്ടാക്കണം. നെപ്പോട്ടിസം ഫ്രീ സ്പേസസ്, ഡിഫറെൻറ്റ് ഈ പറഞ്ഞ പോലെ ഈ ഡ്രമ്മിനെ പോലത്തെ സ്പേസസ് നമുക്ക് ഉണ്ടാക്കണം. അവിടെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസും കൊളൈഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു റിഫൈൻമെൻറ്റ്, എല്ലാം കൂടെ റിഫൈൻ ചെയ്ത ഒരു സിന്തസിസ് ഉണ്ടാകും, അല്ലേ? അതിനെ ഇല്ലാതാക്കണം. വാസ്തവത്തിൽ ഇന്ത്യ നശിപ്പിക്കുകയാണ് ഇന്ത്യ നശിപ്പിക്കുകയാണ്. ഏറ്റവും എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവർക്ക് നമ്മളെക്കാളും കൂടുതൽ, അവർക്ക് നമ്മളെക്കാളും ഞാൻ പറയുന്നില്ല. എവ്രി ഹ്യൂമൻ ബീയിങ് ഹാസ് ഇൻഫിനിറ്റ് കപ്പാസിറ്റി. അതിന് പൊട്ടൻഷ്യൽ നമ്മൾ അൺലീഷ് ചെയ്യണം. ഈ രാജ്യത്ത് 1400 മില്യൺ, അതായത് 140 കോടി ആൾക്കാരുണ്ട്. 140 കോടി വലിയ പ്രതിഭാശാലികളായിട്ടുള്ള മനസ്സുകളുണ്ട് ഇന്ത്യക്ക്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്ത്. ആ മനസ്സുകളെ തകർത്ത് ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ അൺലീഷ് ചെയ്യണം. അത് അവർ തമ്മിൽ കൊളൈഡ് ചെയ്യണം, അവർ തമ്മിൽ ഡിസഗ്രി ചെയ്യണം. അതിലൂടെയാണ് നല്ലൊരു പുതിയൊരു ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത് എന്താണ്? ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും ഈ ബെനഗാൾ നരസിംഹറാവു ഉണ്ടാക്കിയ ആദ്യത്തെ ഡ്രാഫ്റ്റ്, അംബേദ്കറിന് കൊടുക്കുന്ന ഡ്രാഫ്റ്റിൻ്റെ പ്രിയാമ്പിളിൽ അതല്ല പറയുന്നത്. ആ പ്രിയാമ്പിളിൽ പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർ ബൈ അഡോപ്റ്റ് ആൻഡ് ഗിവ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അംബേദ്കറിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്ന പ്രിയാമ്പിൾ എന്താ പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. അതായത് ഞങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒരു പുതിയ ഇന്ത്യ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. ഇങ്ങനത്തെ ഇന്ത്യ, സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതില്ലാത്തൊരു ഇന്ത്യയാണ്. അപ്പോൾ ഇതൊരു സമര പ്രഖ്യാപനമാണ്, ഒരു വിപ്ലവ പ്രഖ്യാപനമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. വേറെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനിത് കണ്ടിട്ടില്ല. ഒരു പ്രൊക്ലമേഷൻ ഓഫ് എ സോഷ്യൽ റെവല്യൂഷനാണ്. ഇറ്റ് ഈസ് എ ചാലഞ്ച് ത്രോൺ ടു ദി നെപ്പോ ബേബീസ്, നെപ്പോട്ടിസ്റ്റിക് oligarchy that we are going to create a democratic India. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെ ഇവരില്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇത് വെറും കൊച്ചു ഫാമിലി, ഒരു ഫ്യൂ ഫാമിലീസിനോ ഫ്യൂ കമ്മ്യൂണിറ്റീസിനുള്ള രാജ്യമല്ല. നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ വാസ് ഫ്രം ദ ബ്രിട്ടീഷ് ടു ദി ഓളിഗാർക്കി. സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ ഈസ് ഓളിഗാർക്കി ടു ദ പീപ്പിൾ, ടു ദ മാസസ്. ആ സ്ട്രഗിളാണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യയിൽ. അതിനുവേണ്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഡോക്ടർ അംബേദ്കറിൻ്റെ ഫ്രെയിം വർക്കും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. ഇപ്പം നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനെതിരെ വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് പലപ്പോഴും BJP സർക്കാരോ ഹിന്ദുത്വ ഫോഴ്സസ് ഒക്കെ തന്നെ വളരെ ദ്രൗപദി മുർമുവിനെ പോലുള്ള ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി OBC കാറ്റഗറി ആണെന്നുള്ള വാദമൊക്കെയാണ് ഇവർ മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ടോക്കണിസം യഥാർത്ഥത്തിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? ഇതിനെ വളരെ ഭംഗിയായി തിയറൈസ് ചെയ്തത് കാൻഷിറാംജിയാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയല്ലോ, ചംച യുഗം. ചംച എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ചട്ടുകം യുഗം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പൂന പാക്ട് കഴിഞ്ഞ് ഇവിടെ തുടങ്ങിയത് ചംച യുഗമാണ്, ചട്ടുക യുഗമാണ്. എന്ന് വെച്ചാൽ പൂന പാക്റ്റിൽ ഗാന്ധി നിഷേധിച്ചത് ബാക്കി പലർക്കും ഉണ്ടായിരുന്ന
സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. ഡിപ്രസ് ക്ലാസ്സസിനൂടെ വേണം 10 വർഷത്തേക്കെന്നാണ് ബാബാ സാഹബ് പറഞ്ഞത്. 10 വർഷത്തേക്ക്, അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആകാം എന്ന് വെച്ചാൽ ബാബാ സാഹബ് പറഞ്ഞത് ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ലീഡറാണെന്നല്ല പറഞ്ഞത്, മറിച്ച് 10 വർഷത്തിനുള്ളിൽ ഒരു ജെന്യുവൻ ലീഡർഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് ത്രൂ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഇലക്ട്രേറ്റ്സ് വി ക്യാൻ ബിൽഡ് അപ്പ് ന്യൂ ലീഡേഴ്സ് എന്നാണ് പറഞ്ഞത്. അതിനെ അദ്ദേഹം എതിർത്തു. അപ്പോൾ അത് എതിർത്തതോടുകൂടി ഈ സെലക്ഷൻ ഓഫ് ഹൂ വിൽ കം ഫ്രം ദീസ് ബാക്ക്ഗ്രൗണ്ട്സ് ഇവരുടെ കയ്യിലാണ്. ഞാൻ പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കാഞ്ചിറാംജി പറഞ്ഞ പോലെ ടോക്കണിസമാണ് കറക്റ്റ്. ഇതാണ് ഇവർ ഈ വെറും ഒരു ഈ നെപ്പോട്ടിസത്തിനെ ചാലഞ്ച് ചെയ്യാത്ത ആൾക്കാർ മാത്രമേ വരുള്ളൂ. നെപ്പോട്ടിസത്തിൽ നിന്ന് ബെനിഫിഷ്യറീസ് ആണ്, നോട്ട് ചാലഞ്ചേഴ്സ് ഓഫ് നെപ്പോട്ടിസം. അതാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം, ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ, ഓളിഗാർക്കി, ഇതിനെ ഇല്ലാതാക്കണമെങ്കിൽ, എല്ലാവർക്കും അവസരം കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോക്കണിസത്തിൽ നിന്ന് വരില്ല. പിന്നെ OBC പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ OBCയും DBCയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. DBC എന്ന് വെച്ചാൽ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി. OBC എന്നുള്ളൊരു കാറ്റഗറി കോൺസ്റ്റിറ്റ്യൂഷനിൽ സർദാർ പട്ടേലും ഇവരൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു കാറ്റഗറിയാണ്. അതിൽ എല്ലാ DBCയും അതിൽ പെടുന്നു, ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി അതിൽ പെടുന്നു. പക്ഷേ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി DBCയിൽ പെടാത്ത ബ്രാഹ്മിൻ, ക്ഷത്രിയർ, വൈശ്യർ കമ്മ്യൂണിറ്റീസ് ഈ OBCയിലുണ്ട്. അതിൽ ആ ഒരു ഗ്രൂപ്പിലാണ് എൻ്റെ അറിവനുസരിച്ച് ഈ പ്രധാനമന്ത്രിയുടെ ഗാഞ്ച് മോദി കമ്മ്യൂണിറ്റി പെടുന്നത്. അത് ഒന്നുകിൽ 4 ചിലർ പറയുന്നു, 3 ചിലർ പറയുന്നു കാറ്റഗറിയിൽ. പക്ഷേ 3 or 4 ആണ് ഇതിൽ ചെറിയൊരു ഈ കാറ്റഗറൈസേഷൻ ഒരു വ്യാജമാണ്, ആർബിട്രറിയാണ്. അതുകൊണ്ടല്ലേ കേരളത്തിലും ഒരു ഗ്രൂപ്പ് പറയുന്നു, ബ്രാഹ്മിൻസ് പറയുന്നു അവർ 4 അവർ പറയുന്നു ഞങ്ങൾ 2 അപ്പോൾ ഇതിലൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല, ഒരു ഒബ്ജക്റ്റിവിറ്റി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ വിവാദം ഇങ്ങനെ തുടരും. പക്ഷേ മെയിൻ തിങ് ഇസ് നമ്മൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1931 ഡിപ്രസ് ക്ലാസ്സസ് ആരാണെന്നുള്ള ഡെഫിനിഷൻ ഈ സെൻസസ് കമ്മീഷണർ ക്രൈറ്റീരിയ കൊടുക്കുന്നു. ആ ക്രൈറ്റീരിയ കൊടുത്താൽ ആ ഡിപ്രസ് ക്ലാസ്സസിൻ്റെ പേരാണ് പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന 1935 ആക്ടിൽ മാറുന്നത്. ആ ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ക്രൈറ്റീരിയയുടെ കോമൺ പോയിന്റ് എന്നാണ്. എങ്ങനെയാണ് ഈ സവർണർ ഈ കമ്മ്യൂണിറ്റിയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവരെ പൊല്യൂട്ടിങ് കമ്മ്യൂണിറ്റി ആയിട്ട് കരുതുന്നു. അവരുടെ ഒരു കോണ്ടാക്റ്റും പാടില്ല. അവരെ അമ്പലങ്ങളിൽ കയറ്റില്ല, അവരെ പബ്ലിക് കൺവീനിയൻസസ് ആക്സസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഇതാണ് ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി. വൺ ഫോം ഓർ ദി അതർ പൊല്യൂഷൻ, അൺടച്ചബിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസാണ് ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി, DBC. ഇതിൽപ്പെട്ട ആളല്ല മോദി. മാഡം മുർമു തീർച്ചയായിട്ടും അതിൽപ്പെട്ട ഷെഡ്യൂൾ ട്രൈബാണ്, അതിൽപ്പെട്ടതാണ്. പക്ഷെ മോദി ആ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി പെട്ടതല്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ നോക്കിയാൽ ഈഴവർ ആക്ച്വലി സെയിം ഷെഡ്യൂൾ കാസ്റ്റ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ്, ഈ അടിമകളായി വിറ്റപ്പെട്ട ആൾക്കാരാണ്. ഷെഡ്യൂൾ കാസ്റ്റ് പെട്ടില്ല എന്നുള്ളതൊരു യാദൃശികമാണ്. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈഴവയും തീയ എല്ലാം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു, അതുകൊണ്ട് ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി ഒരു ബുദ്ധിസത്തിൽ വരുന്ന ഒരു വാക്കാണ് ബഹുജൻ. അത് കാഞ്ചിറാംജിയും ഈ ആ മൂവ്മെൻറ്റിൽ കൂടെ പോപ്പുലറൈസ് ചെയ്ത ഒരു വാക്കാണ്. അപ്പം നമ്മൾ കാണേണ്ടത് എൻ്റെ പിതൃകരാരാണ്, ദീനുവിൻ്റെ പിതൃകരും ആരാണ്, പലരും ഉണ്ട്. പക്ഷെ അതിൽ അടിമകളായി വിറ്റപ്പെട്ട ആൾക്കാരും ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവരോടാണ്. അത് ഇനി ഒരിക്കലും ഇവിടെ ഉണ്ടാകരുത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ അടിമകളാക്കി നമ്മളെ വിറ്റ ആൾക്കാരുടെ പവർ ഇല്ലാതാകണം. അവരെ മനുഷ്യരായിട്ട് നമുക്കൊരു ഓപ്പോസിഷനും ഇല്ല, അവരെ സമുദായങ്ങളായിട്ട് നമുക്കൊരു ഓപ്പോസിഷനില്ല. പക്ഷെ പവർ അവരുടെ കയ്യിലിരിക്കാൻ പാടില്ല. പവർ ഈ ബഹുജൻ്റെ കയ്യിൽ പവർ വരണം. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ അതുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമല്ല. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ആട്ടുംകുട്ടി ചെന്നായി പിടിക്കും എന്നുള്ള പേടിയിൽ ഈ ആട്ടിടേൻ്റെ അടുത്ത് നിൽക്കും. ആട്ടിടയൻ സ്നേഹത്തോടുകൂടി ട്രീറ്റ് ചെയ്യും, ആഹാരം കൊടുക്കും, ചെന്നായി വരാതിരിക്കാൻ ഡോറൊക്കെ പൂട്ടി വയ്ക്കും. പക്ഷെ ആട്ടുംകുട്ടിക്ക് മനസ്സിലാകാത്തത് എന്താണ്?
അവസാനം ആട്ടിൻകുട്ടിയെ കൊന്ന് തിന്നാൻ പോകുന്നത് ചെന്നായി അല്ല, ഈ ആട്ടിടയനാണ്. അപ്പോൾ ഈ ആട്ടിടയൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ആട്ടിൻകുട്ടികൾ സൂക്ഷിക്കണം. അവർ മനസ്സിലാക്കണം എന്താ നടക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് ഈ ആട്ടിടയനിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം, ചെന്നായിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം. ചെന്നായി ആട്ടിടയൻ തമ്മിൽ ഒരു വ്യത്യാസമില്ല, പക്ഷെ നമ്മളെ കബളിപ്പിക്കുകയാണ്. അതിന് ക്ലാരിറ്റി വേണം നമുക്ക്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടിമകളാക്കി നമ്മളെ ഇല്ലാതാക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഈ കാസ്റ്റ് സിസ്റ്റം. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ഓഫ് സ്ക്രീനിങ് ഔട്ട് ആൻഡ് എക്സ്ക്ലൂഷനാണ്, സിസ്റ്റം ഓഫ് നെപ്പോട്ടിസമാണ്. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ടു ഡീഹ്യൂമനൈസസ് ആണ്, ടേക്ക് അവേ അവർ റൈറ്റ്സ് ആണ്. അതിനെ പ്രതികരിക്കാൻ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ ഭരണഘടന, ബാബാ സാഹേബ് ഉണ്ടാക്കി തന്ന ഭരണഘടന. അതിൽ ഞാൻ പറയുന്നു ഈ കാസ്റ്റ് സിസ്റ്റം ഇല്ലാതാക്കുന്നു. പലപ്പോഴും ഞാൻ പറയുന്നു 20 വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ കാസ്റ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും, വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ. അതിനെ നമ്മൾ ഉപയോഗിക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സെൽഫ് എക്സിക്യൂട്ടിംഗ് അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിളാണ്, ഒരു വെറും അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെൻ്റ് അല്ല. ബാബാ സാഹേബ് അംബേദ്കർ അങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തത്, ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിളായിട്ട്. അതുകൊണ്ടാണ് ഇതൊരു സമരം, ഒരു വിപ്ലവ പ്രഖ്യാപനമാണ്. We the people of India have solemnly resolved, having എന്നാണ് ഞാൻ അതിന് കുറച്ച് മാറ്റുന്നു, have solemnly resolved to create a new India. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റ് എന്നാണ്. ഇപ്പോൾ പ്ലെയിൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? We the people of India have solemnly resolved to create a new India that is secular, socialist, democratic. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് പറയുമ്പോൾ, ആർട്ടിക്കിൾ 1 പറയുമ്പോൾ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ, ആ ഭാരത് പഴയ ഭാരത് അല്ല. അതിനെ ഈ പ്രിയാമ്പിളുമായിട്ട് റിക്കൺസൈൽ ചെയ്യണം. അപ്പോൾ അതൊരു പുതിയ രാജ്യത്തിൻ്റെ ഒരു സംസ്കൃത വാക്കാണ് ഭാരത്, അല്ലാതെ രാമായണത്തിലെ ഭാരത് അല്ല അത്. അല്ലെങ്കിൽ ഇത് ആ ഒരു വാക്ക് ഈ പ്രിയാമ്പിളിനെ ന്യൂട്രലൈസ് ചെയ്യാണ്, അതൊരിക്കലും പറ്റില്ല. ജസ്റ്റിസ് കെ മാത്യുവിക്ക് ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാ വാക്കുകളും വളരെ ബ്യൂട്ടിഫുൾ യൂസേജാണ്. മസ്റ്റ് റിമെയിൻ ഇൻ ഫ്രെറ്റേണിറ്റി വിത്ത് ഈച്ച് അതർ എന്നാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റ് വാക്കുകളായിട്ട് വഴക്കിടാൻ പറ്റില്ല, സൗഹാർദ്ദത്തിൽ നിൽക്കണം. ഭാരത്തും പ്രിയാമ്പിളുമായിട്ട് സൗഹാർദ്ദത്തിൽ നിൽക്കണമെങ്കിൽ ആ ഭാരത് ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ സങ്കല്പമാണ്, അല്ലാതെ പഴയ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സങ്കല്പമല്ല നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഗുരു എന്താണ് ഹിന്ദു എന്നുള്ള വളരെ രണ്ട് കാര്യം. 100 വർഷം മുമ്പ് 1925 RSS ഉണ്ടാക്കിയതിൻ്റെ 11ാം ദിവസം, സെപ്റ്റംബർ 27 RSS ഫോം ചെയ്യുന്നു. ഒക്ടോബർ 8 ഗുരുവിൻ്റെ ഗുരുവും CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംവാദം കേരളകൗമുദി പ്രസിദ്ധീകരിക്കുന്നു. അതിൽ ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഗുരു പറയുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ 11 ആര്യൻ ബ്രാഹ്മൺ എൻ്റെ കോമെൻ്റാണ്, പക്ഷെ 11 മതങ്ങളുടെ ആര്യൻ ബ്രാഹ്മൺ മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നു. കാരണം ഈ 11 വൈവിധ്യങ്ങളും സാമാന്യതകളും ഉള്ള ഈ 11 മതങ്ങൾക്ക് ഒരു പൊതുപ്പേര് കൊടുത്താൽ മറ്റ് മതങ്ങൾ അപരമതങ്ങളാകുന്നു. അപ്പോൾ എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്, ഏതെങ്കിലും ഒരു സ്പിരിച്വൽ അറ്റൈൻമെൻ്റ് ആണ്. അപ്പം ബാക്കി മതങ്ങൾ തമ്മിലും വൈവിധ്യങ്ങളും സാമാന്യതകളും ഉണ്ട്, പക്ഷേ ഈ ഏറ്റവും പരമ ഉദ്ദേശം എല്ലാത്തിൻ്റെയും ഒന്നാണ്. എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു പൊതുപ്പേരാണ് ഉപയോഗിക്കേണ്ടത്. അതിന് ഒരു പൊതുപ്പേര് ഗുരു പറയുന്നത് മാനവധർമ്മം എന്നാണ്. അപ്പം ഞങ്ങൾ ശ്രീനാരായണ മാനവധർമ്മം എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഗുരു 100 വർഷം മുമ്പ് പറയുന്നു ഹിന്ദു ഉള്ളൊരു വാക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നു. കാരണം ഇത് അപരത്വം ഉണ്ടാക്കുന്ന, മതദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. ചില മതങ്ങളെ ഒരു സൈഡിലും മറ്റേ മതങ്ങളെ മറ്റൊരു സൈഡിലും നിർത്തുന്ന വാക്കാണ്. അതുകൊണ്ട് ഹിന്ദു എന്നൊരു മതമില്ല, ഒരു ഗ്രൂപ്പാണ്. സെമൈറ്റിക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നെയിമാണ്, മതത്തിൻ്റെ പേരല്ല. 3 റിലിജൻസിൻ്റെ ഗ്രൂപ്പ് നെയിമാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ടും ആ ഗുരുവിനെ ഒരു ഹിന്ദു ബ്രാഹ്മണൻ ഒക്കെ ആക്കി പറയുന്നു. അപ്പോൾ ഗുരു തന്നെ ഒരാൾ പൂണൂലിട്ടിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ, ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വന്നപ്പോൾ ഗുരു എൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഇതൊക്കെ ചെയ്താൽ പോയതെല്ലാം തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ജാതി ഭേദമില്ല, മതദ്വേഷം പാടില്ല,
എല്ലാ മനുഷ്യരെയും ഒന്നായ ഒരു ഗുരുവാണ്, ഒന്നായി കണ്ട ഒരു ഗുരുവാണ്. ഗുരു ബ്രാഹ്മണൻ ആണോന്നോ ഹിന്ദു ആണെന്നോ പറയുന്നത് ഗുരുവിനെ നിഷേധിക്കുകയാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരും അത് തന്നെ ചെയ്യുകയാണ്. ഗുരുവിനെ ഇവർ ജൂദാസായി ഇരിക്കുകയാണ്, ഗുരുവിനോട് ജൂദാസുകളെ മാറിയിരിക്കുകയാണ്. അത് വളരെ തെറ്റാണ്. പക്ഷെ ഗുരു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, മതം എന്ന് വെച്ചാൽ പേഴ്സണൽ അഭിപ്രായമാണ്, അത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. ഗുരു പ്രശ്നവൽക്കരിച്ചത് വിശ്വാസത്തിനെയല്ല, മറ്റ് മതങ്ങളോ എൻ്റെ അല്ലാത്ത വിശ്വാസങ്ങളോട് എൻ്റെ സമീപനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിനെയും ദുരുപയോഗപ്പെടുത്തുന്നു. എന്തിന്? ഈ നെപ്പോട്ടിസത്തെ നിലനിർത്താൻ വേണ്ടി. അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല എന്ന് ഗുരു പറഞ്ഞു. പിന്നെ എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഹിന്ദു എന്ന് പറഞ്ഞാലും, ഹിന്ദുത്വം എന്ന് പറഞ്ഞാലും, സനാതനധർമ്മം എന്ന് പറഞ്ഞാലും, ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാലും ഇതെല്ലാം ബ്രാൻഡ് നെയിംസ് ആണ്. പ്രോഡക്റ്റ്, അതിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ്. എന്താണ് അത്? ഈ സിസ്റ്റം ഓഫ് കാസ്റ്റാണ്, നെപ്പോട്ടിസമാണ്, ഈ ഓളിഗാർക്കിയാണ്. ഈ ഓളിഗാർക്കിയുടെ ബ്രാൻഡ് നെയിംസ് ആണ് ഹിന്ദുയിസം. ഇത് ഇങ്ങനെ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കിയെ സെല്ല് ചെയ്യണം. നമുക്ക് ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ആട്ടുംകുട്ടിയോട് പറയുന്ന പോലെ, ഞാൻ നിന്നെ നോക്കുന്നു, ശുശ്രൂഷിക്കുന്നു, നല്ല നല്ല ആരോഗ്യം വരുന്ന ആഹാരം തരുന്നു, എന്തിനാണ്? നിന്നെ കൊന്നു തിന്നാനാണ് എന്ന് പറയുന്നില്ലല്ലോ. അതുപോലെയാണ്. അപ്പം നമ്മൾ ഈ ഇത് മനസ്സിലാക്കി നമ്മൾ ഹിന്ദു എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഒരു ശ്രീനാരായണനും ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഗുരു പറഞ്ഞ അങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് പോലും പറയുന്നു. ഒരു വലിയൊരു ചതിവാണത്. ഈ കർമ്മബ്രാഹ്മണ്യ സിദ്ധാന്തക്കാരാൻ കൂടെയാണല്ലോ ഇവരെ. ഗുരു കർമ്മബ്രാഹ്മണ്യനാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഹൈപ്പോത്തറ്റിക്കലി ഒരാളോട് ചോദിച്ചു, ഗുരു അങ്ങനെ വരില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഗുരു ഏതെങ്കിലും കാലത്ത് ശബരിമല മേൽശാന്തിയാവാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മലയാള ബ്രാഹ്മണനല്ലാതെ പറഞ്ഞിട്ട് പുറത്താക്കുമായിരുന്നല്ലോ. അപ്പോൾ കർമ്മബ്രാഹ്മണ്യം അല്ലല്ലോ ഗുണം എന്ന് നിങ്ങൾ പറയുന്നത്, ജന്മം തന്നെയാണല്ലോ നിങ്ങൾ അടിസ്ഥാനമാക്കുന്നത് എന്നുള്ളൊരു കാര്യം. അല്ല, കർമ്മബ്രാഹ്മണ്യത്തെ കുറിച്ച് ഞാൻ ഹൈക്കോർട്ടിലും ഇപ്പോൾ സുപ്രീം കോർട്ടിലും 2 ഈഴവ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല റെക്കോർഡുള്ള ഈഴവ മേൽശാന്തികൾക്ക് വേണ്ടി ഞാൻ അപ്പിയർ ചെയ്തു. പക്ഷേ അവർ ജന്മനാ ബ്രാഹ്മണരല്ലാത്തതുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പോലും പാടില്ല. കേരള ഹൈക്കോടതി അതിനെ ശരിവെച്ചു. ഇപ്പം ഞങ്ങൾ സുപ്രീം കോർട്ടിൽ പോയിരിക്കുകയാണ്. പല ബ്രാഹ്മിൻ പാർട്ടീസ് അവിടെ ആർഗ്യൂ ചെയ്ത് ഒരൊറ്റ ബ്രാഹ്മിൻ പാർട്ടി പോലും കർമ്മണ ബ്രാഹ്മണനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഹൈക്കോടതിയിൽ മുമ്പിൽ ആർഗ്യൂ ചെയ്തില്ല. ഈ യൂട്യൂബിലൊക്കെ പറയും, പക്ഷേ ഹൈക്കോടതിയിൽ വന്ന് ഈ ബ്രാഹ്മൺ എന്നുള്ള കോൺസെപ്റ്റ് കർമ്മണ ആണെന്ന് ഒരു സംഘടന പോലും പറഞ്ഞില്ല. അപ്പോൾ ഇവർ ചുമ്മാതെ നമ്മളെ കബളിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു ആസ്പെക്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, അതായത് വ്യക്തിപരമായി ഒരാൾക്കും ബ്രാഹ്മണനാകാൻ ഒക്കില്ല. അതുകൊണ്ട് കർമ്മ ബ്രാഹ്മൺ പോസിബിൾ അല്ല. അത് ഉണ്ടെന്ന് പറയുന്ന വ്യാജമാണ്. ഈ കാറ്റഗറൈസേഷൻ കമ്മ്യൂണിറ്റീസിനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയിൽ ജനിക്കണം. അല്ലെങ്കിൽ ബാബാ സാഹേബ് അംബേദ്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു റോളുണ്ടല്ലോ. ഇപ്പോൾ ബ്രാഹ്മിൻസിന് ഒരു റോളുണ്ട്. അതിൽ ഈ കർമ്മണ തിയറി ഉണ്ടെങ്കിൽ ആ റോൾ ചെയ്യാത്ത ആൾക്കാർ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റുന്ന ഏതെങ്കിലും പ്രൊസീജിയർ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ മെക്കാനിസം ഉണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാബാ സാഹേബ് പറയുന്നത്, ഈ കർമ്മണ ബ്രാഹ്മൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കർമ്മണ ചെയ്യാത്ത ആൾക്കാരെ അതിൽ നിന്ന് മാറ്റുന്ന എന്തെങ്കിലും മെക്കാനിസം നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ഈ കർമ്മണ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ആക്കുന്ന എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? ഇല്ല. മറിച്ച് ഒരു ഫൗണ്ടിങ് പില്ലർ ഓഫ് ചാതുർവർണ്ണയസ്, നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. അത് മാറാതെ ബ്രാഹ്മണനാകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വെറും ഫ്രോഡാണ്. നമ്മൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മീഡിയ, അക്കാഡമിയ, ഇക്കോണമി, ബിസിനസ്, ഇവിടെയൊക്കെ കോൺസെൻട്രേഷൻ 2-3 കമ്മ്യൂണിറ്റീസിന് നെപ്പോട്ടിസം നടക്കുകയാണ്. അത് കാരണം കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉണ്ട്. ഈ ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ നെപ്പോട്ടിസത്തിൽ കൂടെയാണ്. ആ നെപ്പോട്ടിസത്തെ നമ്മൾ വി മസ്റ്റ് ഡിമാൻഡ് ടു എൻഡ് ദറ്റ് നെപ്പോട്ടിസം. ഇത് ബാക്കി കർമ്മണ ഇതൊക്കെ നമ്മളെ ഒരു ഫോൾസ് ആർഗ്യുമെന്റിൽ നമ്മുടെ സമയം കളയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് 75 വർഷമായിട്ട് കേരളത്തിൽ ഒരു ദളിത് ചീഫ് മിനിസ്റ്റർ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് 75 വർഷത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് സെക്രട്ടറി ഉണ്ടാകാത്തത്?
അത് അക്സെപ്റ്റബിൾ അല്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മെറിറ്റ് ഇല്ല, നിങ്ങൾ സ്വജനപക്ഷപാതം കാണിക്കുന്നു. ഇവിടെ അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെല്ലാം വലിയ കേമന്മാരാണോ? എല്ലാവർക്കും മെറിറ്റിൻ്റെ ബേസിസിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ നെപ്പോട്ടിസത്തിനെതിരെ ഒരു ഫൈറ്റാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഈ സ്വജനപക്ഷപാതത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. ആ ഫൈറ്റ് അതിൻ്റെ ആയുധങ്ങളാണ് പ്രാതിനിധ്യവും ജനാധിപത്യവും. പക്ഷേ സ്വജനപക്ഷപാതം ഇല്ലെങ്കിൽ, നെപ്പോട്ടിസം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നാച്ചുറൽ പ്രോസസ്സിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകും. ഒരു പ്രോപ്പർ സിസ്റ്റം ഓഫ് സെലക്ഷൻ ഇമേജ് ചെയ്യും. ഒരു ഫെയർ ആൻഡ് സയൻറ്റിഫിക് സിസ്റ്റം ബേസ്ഡ് ഓൺ കോമ്പിറ്റൻസി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു നാച്ചുറൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും. പ്രോപ്പർ സെലക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ ജെൻഡറും ഒരു സിസ്റ്റം ഓഫ് സ്ക്രീനിങ് ആണ്. പുരുഷന്മാർക്ക് മാത്രം എടുക്കുക, സ്ത്രീകളെ സ്ക്രീൻ ഔട്ട് ചെയ്യുക. അത് പോകണമെങ്കിലും ഈ പേട്രിയാർക്കി അവസാനിക്കണം. അതുപോലെ തന്നെ ഈ സിസ്റ്റം ഓഫ് സ്ക്രീനിങ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ഓൺ കമ്മ്യൂണിറ്റീസ്, ഓൺ ഓളിഗാർക്കിക് കമ്മ്യൂണിറ്റീസ്, അതും അവസാനിപ്പിക്കണം. ഇതൊക്കെ അവസാനിച്ചാലേ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം വിൽ ഇമേജ്. പക്ഷെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ സിസ്റ്റം ഓഫ് നെപ്പോട്ടിസം. സർ, ഈ സ്വജനപക്ഷപാതം അങ്ങനെ തന്നെ പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും റിസർവേഷനെതിരെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, ഞങ്ങൾ കരുതുന്നത് പാവപ്പെട്ട പ്രാതിനിധ്യമാണെന്ന് എത്ര പറഞ്ഞാലും പാവപ്പെട്ട മനുഷ്യരെ കുറിച്ചുള്ള ആകുലത കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ വീട്ടിന് തൊട്ടപ്പുറത്തെ BMW ഉള്ള ദളിതർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നാലും BMW ഉള്ള ദളിതർ ഇവരുടെ ഭാവനയിലെങ്കിലും ഉണ്ടല്ലോ. ഒരു ദളിതരുണ്ട്, പാവപ്പെട്ട അത്താഴ പശ്നി കിടക്കുന്ന നമ്പൂതിരിയും ഉണ്ടെന്നുള്ള സ്ഥിരം മലയാള സിനിമ അടക്കം കൊടുക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സാമ്പത്തിക അവസ്ഥയോടുള്ള എന്തെങ്കിലും ആത്മാർത്ഥത കാരണമാണോ ഇവരിത് പറയുന്നത്? അല്ല, ഇവർ ഈ ദയവും ഈ കരുണയും ഈ പാവപ്പെട്ട തുളു ബ്രാഹ്മൺ, തമിഴ് ബ്രാഹ്മണനോട് കാണിച്ചില്ലല്ലോ. ഈ മലയാളി മെമ്മോറിയലിൽ ഈ ജന്മിമാരായിട്ടുള്ള നായന്മാരും വലിയ ഇല്ലങ്ങളുള്ള നമ്പൂതിരിമാരും പറയുന്നു ഇവരെ മാറ്റുക, ഞങ്ങൾക്ക് ജോലി തരിക എന്ന് പറഞ്ഞപ്പോൾ ഇവരോടുള്ള ആകുലത എവിടെ പോയി? അപ്പോൾ ഇവർക്ക് അധികാരം വേണം, ഇവർക്ക് ഈ നെപ്പോട്ടിസത്തിന് ഉള്ള ബാധ മാറ്റണം. നമ്മൾ അതിൻ്റെ എതിരെയുള്ള ബാധയാണ് ഒന്ന്. രണ്ടാമത്, എസ്പെഷ്യലി ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഈ റിച്ച് ഷെഡ്യൂൾ കാസ്റ്റ്? ഇവിടെ ഓരോ വളരെ റെയറായിട്ട് കാണാനും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഞാൻ താമസിക്കുന്ന പൂങ്കുളം വാർഡുണ്ട് ട്രിവാൻഡ്രത്ത്, നല്ലൊരു SNDP ശാഖയുണ്ട്, ഞാൻ അതിൻ്റെ മെമ്പറാണ്. അതിൽ റഫ്ലി 360 സിസ്റ്റം ഫാമിലീസ് ഉണ്ട്. അതിൽ 6 ഫാമിലീസിനെ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 6 ഫാമിലീസിന് മാത്രമേ ഗവൺമെൻറ് ജോലിയുള്ളൂ. അതെല്ലാം നോൺ ഗസറ്റഡ് ആണ്. ഒരൊറ്റ ഗസറ്റഡ് ഓഫീസർ പോലും ഇല്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത്? അപ്പോൾ ഇത് രണ്ട് രോഗങ്ങളാണ് സൊസൈറ്റിയുടെ. ഒന്ന് ഇക്കണോമിക് രോഗമാണ്. ദാരിദ്ര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അത് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്നു. ഈ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിൻ്റെ ഓപ്പറേഷൻ കാരണം ദാരിദ്ര്യം ഉണ്ടാകുന്നു. അതിൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ജാതി മതഭേദമില്ലാതെ സഹായിക്കുന്ന സ്കീമുകൾ ഈ ബഡ്ജറ്റിൻ്റെ ഇങ്ങനത്തെ സോഷ്യൽ വെൽഫെയർ ബഡ്ജറ്റിൻ്റെ 90% ജാതി മതഭേദമില്ലാതെ ആൾക്കാർക്ക് എല്ലാവരെയും സഹായിക്കുന്ന ബഡ്ജറ്റാണ്. അത് കൊടുക്കുന്നു. അത് ഒരു ഡിസീസാണ്. അതായത് ദാരിദ്ര്യം വരുന്നു, നിങ്ങളുടെ ജാതി എന്താണ്, മതം എന്താണെന്ന് നോക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് മറ്റൊരു ഡിസീസാണ്. ഇത് ഹാർട്ട് ട്രബിൾ ആണെങ്കിൽ മറ്റേത് ക്യാൻസറാണ്. എന്താണ്? നെപ്പോട്ടിസം ഉണ്ട്. ആ നെപ്പോട്ടിസം കാരണം ഈ നെപ്പോട്ടിസ്റ്റിക് കമ്മ്യൂണിറ്റിയിൽ പെടാത്ത, ഓളിഗാർക്കിയിൽ പെടാത്ത കമ്മ്യൂണിറ്റീസിനെല്ലാം സ്ക്രീൻ ഔട്ട് ചെയ്യാണ്. അപ്പോൾ അവർക്ക് അവർ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ, സൊസൈറ്റി അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ ചവിട്ടി തുറന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു എഫർട്ട്. അത് മറ്റൊരു വ്യാധിയാണ്, ക്യാൻസറാണ് എന്ന് ഉദാഹരണത്തിന്. ഇത് ഹാർട്ട് ഡിസീസാണ്. ഇപ്പോൾ ഇവിടെ പോയി എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല എന്ന്, ക്യാൻസർ ഉണ്ടെങ്കിലേ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തരാനൊക്കെ ഉള്ളൂ. ഹാർട്ട് ഡിസീസിനാണെങ്കിൽ ഹാർട്ട് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം. ഇവിടെ നമ്മൾ ഈ നെപ്പോട്ടിസത്തിനെയും ഓളിഗാർക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓളിഗാർക്കി ഉണ്ടെങ്കിൽ ഈ രാജ്യം ഇല്ലാതാകും. ക്യാൻസർ ഉണ്ടെങ്കിൽ മനുഷ്യൻ മരിക്കുമെങ്കിൽ ഓളിഗാർക്കി ഉണ്ടെങ്കിൽ രാജ്യം മരിക്കും.
അതിനെ ക്യൂർ ചെയ്യണം. അതിനെങ്ങനെ ക്യൂർ ചെയ്യും? ബാബാ സാഹബ് അംബേദ്കറാണ് അതിൽ പറയുന്നത്. അതിനെ ക്യൂർ ചെയ്യണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം കൊടുക്കണം. ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞില്ല ഈ ഓളിഗാർക്കിയെ, ഈ 4 കമ്മ്യൂണിറ്റി ഉള്ള ഇന്ത്യൻ ഓളിഗാർക്കി, 3 കമ്മ്യൂണിറ്റീസ് ഉള്ള കേരള ഓളിഗാർക്കിയും പുലയ സംഭവ കമ്മ്യൂണിറ്റിയുടെ ഓളിഗാർക്കി വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നല്ല ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞത്. ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞത് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ്. ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇവരുൾപ്പെടെ ഇപ്പോൾ ഓളിഗാർക്കിയിൽ ഇരിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉൾപ്പെടെ എല്ലാവർക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യമുണ്ടെങ്കിൽ ഓളിഗാർക്കി എന്നുള്ള വ്യാധി ഇല്ലാതാകും. ആ ഒരു മാർഗമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഇല്ലായ്മയാണ് ഈ ഡിസീസ്. അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ദാരിദ്ര്യത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉപയോഗിച്ച് ഈ ഓളിഗാർക്കി നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ക്യാൻസറിനെ തുടരാനാണ് ശ്രമിക്കുന്നത്. അവിടെ ഇതിനൊരു ആർഗ്യുമെൻ്റ് ഇല്ല. അതിൽ നമുക്ക് പ്രാതിനിധ്യം തന്നെ കൊണ്ടുവരണം, റെപ്രസെൻറ്റേറ്റ്. ഇത് 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞു. 8 ഡിമാൻഡ്സ് കൊടുത്തു. സേഫ് ഗാർഡ്സ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. അതിൽ സേഫ് ഗാർഡ് നമ്പർ 4, സേഫ് ഗാർഡ് നമ്പർ 5 പ്രാതിനിധ്യത്തിനെ കുറിച്ചാണ്. എന്നിട്ട് ബാബാ സാഹബ് അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഇലക്ട്രൽ ഡെമോക്രസി വേണം, പക്ഷേ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് പരമപ്രധാനം പ്രാതിനിധ്യ ജനാധിപത്യമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് ഈ നെപ്പോട്ടിസമായ ഓളിഗാർക്കിയായ ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മറ്റൊരു വ്യാധിയാണ്. ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ നെപ്പോട്ടിസവും ഓളിഗാർക്കിയും നിലനിർത്തുക എന്നാണ് ഉദ്ദേശം. ബാക്കിയുള്ളവരുടെ എൻട്രിയെ സ്ക്രീൻ ഔട്ട് ചെയ്യുക ദാരിദ്ര്യത്തിൻ്റെ പേരിൽ. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ ദരിദ്രരായ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, ജാതിമത ഭേദമില്ലാതെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരുപാട് സ്കീംസ് ഉണ്ട്. അതിനെ ശരിക്കും നടത്തുക, വേണമെങ്കിൽ വിപുലീകരിക്കുക. EWSൻ്റെ ആവശ്യം എന്താണ്? ഈ ജെന്യുവിനായിട്ട് ഈ 4 കാറ്റഗറീസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ 4 ഹെഡ്സിൽ ഒരു 10, 15, 20 ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആർക്കും OBCയിൽ വരാം. ഓൾറെഡി OBCയിൽ ബ്രാഹ്മിൻ, ക്ഷത്രിയ മറ്റവരൊക്കെ ഉണ്ട്. ഈ EWSന് കിട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ OBC ആകാമായിരുന്നു. പക്ഷെ അതവർക്ക് നമ്മൾ അയിത്തമാണ്. നമ്മളൊക്കെ ആയിട്ട് ഒരു കാറ്റഗറി വേണ്ട, അവർക്ക് സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റ് വേണം. ഞാൻ EWS സുപ്രീം കോർട്ടിൽ ആർഗ്യൂ ചെയ്തു. അപ്പോൾ KK വേണുഗോപാൽ ആർഗ്യൂ ചെയ്തു, ഇതൊരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ആണെന്ന് ആർഗ്യൂ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇത് വളരെ അൺഫോർച്ചുനേറ്റ് മെറ്റഫറാണ്. ഞാൻ പറഞ്ഞു ഇത് ഈ അമേരിക്കയിലും സെപ്പറേറ്റ് ആൻഡ് ഈക്വൽ എന്ന് പറഞ്ഞപ്പോൾ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തു വൈറ്റ്സിനും ബ്ലാക്സിനും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണുഗോപാൽ ആർഗ്യൂ ചെയ്യുന്നത് ഇവിടെ മുന്നോക്കർക്ക് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് വേണം എന്നാണ്. നിങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് കുറയ്ക്കാതെ സെപ്പറേറ്റ് എന്താ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കൂടെ ഇരുന്നൂടെ? എന്താ പ്രശ്നം? സെയിം ബെനിഫിറ്റ്സ് അല്ലേ വേണമെന്ന് പറയുന്നത്. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെ ഇരിക്കാത്തത് എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് വേണമെന്ന് പറയുന്നത്? ആ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഞാനത് ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇരിക്കുന്നത് ഞാൻ സുപ്രീം കോർട്ടിനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യൻ സുപ്രീം കോർട്ടിലാണോ അതോ 19ാം നൂറ്റാണ്ടിലുള്ള അമേരിക്കൻ സുപ്രീം കോർട്ടിലാണോ ഞാൻ ഇരിക്കുന്നത്? ഈ സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നുള്ള ആർഗ്യുമെൻറ്റ് ഞാൻ കേൾക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീണ്ടും ഒരു EWSലൂടെ അയിത്തം ഉണ്ടാക്കുകയാണ്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഈ ഇക്കണോമിക് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവർക്ക് ഒരു സെപ്പറേറ്റ് കാറ്റഗറി കൊടുക്കണം. നമ്മൾ ഈ സ്ക്രീനിങ് ഔട്ടിന് തടയണം. ഈ നെപ്പോട്ടിസം ഓളിഗാർക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് അവരുടെ റിയൽ ഉദ്ദേശം. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ ആദ്യമായി ജാതി കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിൻ്റെ അകത്ത് തന്നെയുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ കൂടിയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെ അവർ പറയുന്ന ക്രൈറ്റീരിയ, നിങ്ങൾ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ ഉണ്ടെങ്കിൽ പണം തരാം എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൽ പോലും യഥാർത്ഥത്തിൽ ജാതി കണ്ടെത്തുന്നത് ഇവരടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതിൻ്റെ എതിരെയും ഞാനൊരു കേസ് സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ എന്ത് ബേസിസിലാണ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് മാത്രം റിസർവേഷൻ കൊടുക്കുന്നത്? അത് ഇക്കണോമിക് ക്രൈറ്റീരിയ അല്ല, അത് പ്യുവർ കാസ്റ്റ് ക്രൈറ്റീരിയ ആണ്.
ഞാൻ പറഞ്ഞു EWS ആണ് ആദ്യത്തെ കാസ്റ്റ് റിസർവേഷൻ ഇന്ത്യയിൽ. OBC കാസ്റ്റ് റിസർവേഷൻ അല്ല, അത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പം ജെന്യുവൻലി ആദ്യമായി ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ കൊണ്ടുവന്ന കാസ്റ്റ് റിസർവേഷൻ EWS ആണ്. ഇന്ത്യയിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ആയിരിക്കാം, എനിക്ക് മറ്റ് സ്റ്റേറ്റ്സിലെ ഡേറ്റ് അറിയില്ല, പല സ്റ്റേറ്റ്സിലും ഉണ്ട്. ഇപ്പം ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിന് മാത്രം എന്ന് വെച്ചാൽ ഈ ഒളിഗാർക്കി കാസ്റ്റിന് വേണ്ടി മാത്രം ഒരു പ്രിവിലേജ് കൊടുക്കുന്നത്, അത് ഈ കേരളത്തിൽ തുടങ്ങി. ഇത് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ റിവൈവലാണ്. ബിക്കോസ് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ 3 പില്ലേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ഇൻഡിവിജ്വലിനെ ഇറേസ് ചെയ്യണം. 2, ഈ മെമ്പർഷിപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് മാൻഡറ്ററി ആണ്, അവർ തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. 3, കാറ്റഗറൈസ് ചെയ്തിട്ട് ആ കാറ്റഗറൈസേഷനിൽ നിന്നാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്. ഈ 3ാമത്തെ പ്രിൻസിപ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 പ്രിൻസിപ്പിൾസും കോൺസ്റ്റിറ്റ്യൂഷൻ റിജക്റ്റ് ചെയ്തു. ഈ 3ാമത്തെ പ്രിൻസിപ്പിളിനെ തിരിച്ചു കൊണ്ടുവരികയാണ് EWSഉം ഈ ഉമ്മൻചാണ്ടിയുടെ ഫോർവേഡ് ക്ലാസ് കോർപ്പറേഷനും റിസർവേഷനും ഒക്കെ. കാരണം അതിൽ മെമ്പർഷിപ്പ് ഈ കാറ്റഗറിയിലുള്ള 1, 2, 3 കാറ്റഗറി 1, 2, 3, 4 കാറ്റഗറിയിൽ പെടുന്നവർക്ക് ആദ്യമായി ആ കാറ്റഗറിയിൽ പെട്ടത് കൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ഇൻഡിപെൻഡൻസ് ബാബാ സാഹബ് അംബേദ്കർ ആ 1, 2, 3, 4 കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് ഒരു ബെനിഫിറ്റ്സും അവർക്ക് കിട്ടാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കിയത്. അതിനെ ഇവർ തിരിച്ച് റിവേഴ്സ് ചെയ്യാണ്. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ പോകുന്ന പാത ഈ ഗുരു പറഞ്ഞതുപോലെ പോയതെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വോട്ട് ഉപയോഗിച്ച്, നമ്മുടെ സപ്പോർട്ട് ഉപയോഗിച്ച്, വ്യാജമായി നമ്മൾ ഗുരുവിനെ നിഷേധിച്ച്, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്നുള്ള യൂസേജിൻ്റെ മലയാളിക്ക് അതിൻ്റെ ഫുൾ സിഗ്നിഫിക്കൻസ് മനസ്സിലാവും. ഇല്ല എന്നല്ല പറഞ്ഞത്, ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതിനെ നിഷേധിച്ച് നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് മതദ്വേഷമുണ്ടാക്കി മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും എതിരെ അപവാദവും വിദ്വേഷവും ഉണ്ടാക്കി ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഗുരുവിനെയും അംബേദ്കറിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു പോളിസീസാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മളൊരു കൗണ്ടർ നാരറ്റീവ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണ്, ഗുരു പറയുന്നത് നമ്മൾ ഹിന്ദുക്കളല്ല. ഹിന്ദു എന്താണെന്ന് ഗുരു പറയുന്നു, നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്നു. നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടത് ഹിന്ദുക്കൾ രക്ഷ കിട്ടണം, ഹിന്ദുയിസം ഇസ് ഇൻ ട്രബിൾ. ഇതൊക്കെ വ്യാജമല്ലേ? ഈ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് എവിടെയാണ് മുസ്ലിംസ്, എവിടെയാണ് ക്രിസ്ത്യൻസ്? ചെറിയ പോപ്പുലേഷൻ അല്ലേ? അപ്പോൾ ഇവർ ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ഓളിഗാർക്കി ടു ദ പീപ്പിൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റം ഓഫ് നെപ്പോട്ടിസം ആൻഡ് സ്ക്രീനിങ് ഔട്ട് communities to ensure the monopoly of oligarchy of communities, അതിനെ ഡിസ്ഗൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐഡൻറ്റിറ്റിയൊക്കെ ഉണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടത് ഈ നെപ്പോട്ടിസത്തിനെ അവസാനിപ്പിക്കുക, സ്വജനപക്ഷപാതത്തിനെ അവസാനിപ്പിക്കുക, ഈ ഓളിഗാർക്കി അവസാനിപ്പിക്കുക. പ്രാതിനിധ്യം എന്ന് വെച്ചാൽ ഈ നെപ്പോട്ടിസം ഇല്ലാത്ത സ്പേസാണ് റെപ്രസെൻറ്റേറ്റീവ് സ്പേസ്. നെപ്പോട്ടിസം ഫ്രീ സെലക്ഷൻ നമുക്ക് വേണം. ഒരു കമ്മ്യൂണിറ്റിയും കൺട്രോൾ ചെയ്യാത്ത സെലക്ഷൻ പ്രോസസ്സ് വേണം. നമുക്ക് വേണ്ട റെപ്രസെൻറ്റേഷൻ മാത്രമല്ല, ഈ സെലക്ഷൻ പ്രോസസ്സ് എല്ലാ കമ്മ്യൂണിറ്റീസും കൺട്രോൾ ചെയ്യണം. എന്നാലേ നമുക്ക് ഫെയർനെസ് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പുതിയൊരു ഇന്ത്യ, ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ ഇന്ത്യ, ടു ക്രിയേറ്റ് എ ന്യൂ ഇന്ത്യ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പോയതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ പേരിൽ. ഇതെല്ലാം ഈ കാസ്റ്റ് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം ടു ഗിവ് ആൻഡ് ടേക്ക് അവേ റൈറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ സ്മോൾ ഓളിഗാർക്കി ബേസ്ഡ് ഓൺ സ്വജനപക്ഷപാതം, അതിൻ്റെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഹിന്ദുത്വ എന്നുള്ള പേരിൽ. ഇന്ന് ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സാർ, ഈ SC/ST OBC വിഭാഗത്തിലെ മനുഷ്യർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിന് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട പല സീറ്റുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അടക്കം വേക്കൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ സ്പേസിലേക്ക് പോലും റിസർവേഷൻ ഉണ്ടായിട്ട് പോലും കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന് എത്താൻ പറ്റാത്ത രീതിയിൽ ഈ സ്ക്രീനിങ് പ്രോസസ്സ് നടത്തുന്നു എന്നുള്ളതിൻ്റെ
വളരെ വ്യക്തമായ ഒരു തെളിവാണ്. അതെ. ആ സാഹചര്യത്തിൽ പോലെയാണ് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജോലികൾ റിസർവേഷനിലൂടെ സർക്കാർ ജോലികളിൽ വന്ന ആളാണ്. അപ്പോൾ ഞാൻ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി റിസർവേഷൻ എന്ന് വെച്ചാൽ സ്ക്രീൻ ഔട്ട് ചെയ്യപ്പെടാതെ അതെ എത്തിയതാണ്. അപ്പോൾ സ്ക്രീൻ ഔട്ട് ചെയ്യപ്പെടാതെ എത്തിയതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ, അതായത് ഈ ജനറേഷനിൽ ഒരാൾ എന്തിന് റിസർവേഷൻ ക്ലെയിം ചെയ്യണം എന്നുള്ള ഒരു വാദം ഇവർ ഉന്നയിക്കുന്നു. പക്ഷെ സർക്കാർ ജോലികളിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റാളുകളുടെ മക്കൾക്കൊന്നും ഇത് ബാധകമല്ല, മറ്റ് സമുദായങ്ങളിൽ പെട്ട ആളുകൾക്ക്. അപ്പോൾ ഈ വാദവും ഈ പറഞ്ഞ ഒരു സ്ക്രീനിങ് ഔട്ടിന് വേണ്ടിയുള്ള ഒരു കാസ്റ്റിക് ലോജിക് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. അല്ല, ഞാൻ പറയുന്നത് ഈ സ്ക്രീനിങ് ഔട്ട് അവസാനിപ്പിക്കണം. സ്ക്രീനിങ് ഔട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാബ സാഹബ് പറയുന്നത് ഒരു പുതിയൊരു ഓളിഗാർക്ക് ഇമർജൻസ് സ്പേസ് കൊടുക്കുക. ഈ മലയാളി മെമ്മോറിയൽ സക്സസ്ഫുൾ ആയിരുന്നു. ആ സോ കോൾ ഫോറിൻ ബ്രാഹ്മിൻ, എൻ്റെ വാക്കുകളല്ല, ഈ സെൻസസിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ ഫോറിൻ ബ്രാഹ്മിൻ്റെ ഓളിഗാർക്കി അവസാനിപ്പിച്ചു. പക്ഷെ ഒരു പുതിയ ഓളിഗാർക്കി ഇമർജ് ചെയ്തു. നായർ, നസ്രാണി, ബ്രാഹ്മിൻ ഓളിഗാർക്കി ഇമർജ് ചെയ്തു. അതിൻ്റെ കാരണം ഈ എല്ലാ ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നുള്ള ബാബാ സാഹബ് അംബേദ്കറിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തില്ല. ആ മലയാളി മെമ്മോറിയലിൻ്റെ സമയത്ത് അത് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു ഓളിഗാർക്കി കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം വേണ്ടത് ഈ സ്ക്രീനിങ് പ്രോസസ്സ്, ഈ നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം അവസാനിച്ച് എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സ്പേസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കിയാലേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഡോമിനേറ്റ് ചെയ്ത് വീണ്ടും ഓളിഗാർക്കിയെ വരാതിരിക്കാൻ ഒക്കെയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കമ്മ്യൂണിറ്റീസിനും റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ആർക്ക് കിട്ടണം, അതിൽ പ്രയോറിറ്റി എന്തായിരിക്കണം, അതിൽ രണ്ട് കൺസിഡറേഷൻസ് ഉണ്ട്. ഒന്ന്, ഈ റെപ്രസെൻറ്റേഷൻ ഇഫക്റ്റീവ് ആയിരിക്കണം. റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ പ്രസൻസ് ആണ് ആ കോൺസെപ്റ്റിൻ്റെ ഉള്ളിലുള്ളത്. പ്രസൻസ് എന്ന് വെച്ചാൽ, എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ വാല്യൂസും എൻ്റെ കൺസേൺസും ഉള്ള ഒരാൾ എനിക്ക് പകരം അവിടെ ഇരിക്കണം. ഈ ഡിസിഷൻ മേക്കിംഗ് പവർഫുൾ പൊസിഷൻസിൽ എനിക്ക് റെപ്രസെൻറ്റേഷൻ വേണം. ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ആ സെക്യൂരിറ്റി കൗൺസിലിൽ ഇരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അയാൾ, പക്ഷേ നമ്മളുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ, ഇന്ത്യൻ ജനതയുടെ ആസ്പിറേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ആരാണ്, അതൊരു ക്രൈറ്റീരിയയാണ്. അങ്ങനെ ആൾ ആരാണ്. അപ്പോൾ അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ, ഇപ്പം ഈയിടെ നമുക്ക് നഷ്ടപ്പെട്ട ശ്രീ സാനു മാഷിനെ ഈഴവ കമ്മ്യൂണിറ്റീസ് വാല്യൂസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഒരാളായിട്ട് ഈഴവ കമ്മ്യൂണിറ്റി കാണുന്നു. വെള്ളാപ്പള്ളി നടേശനെ കാണുന്നില്ല, പക്ഷേ സാനു മാഷെ കാണുന്നു. അപ്പോൾ സാനു മാഷ് ഒരു ഈഴവ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാൽ, ആ പൊസിഷനിലല്ല, ഒരു സ്ഥലത്ത് ഇരുന്നാൽ തീർച്ചയായിട്ടും ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ പ്രസൻസ് പോലെയാണ് അദ്ദേഹം പറയുന്ന. എല്ലാവരും ഞാൻ അഗ്രി ചെയ്യില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്യാതിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റം ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു വാല്യൂ സിസ്റ്റമായിട്ട് യോജിക്കുന്നതാണ് എന്നൊരു റെപ്രസെൻറ്റേഷനുണ്ട്. അപ്പോൾ അതൊരു ഫസ്റ്റ് ക്രൈറ്റീരിയൻ അതാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയൻ ഇസ്, അതിലുള്ള പലരും ഉണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കുറേ കൂടെ ഇപ്പം ഞാൻ പറയുന്നത്, അച്യുതാനന്ദനെ പോലെ, പിണറായി വിജയനെ പോലെ ഒരു ചെത്ത് തൊഴിലാളിയുടെ മകൻ, ഒരു കൂലിക്കാരൻ്റെ മകൻ, തൊഴിലാളിയുടെ മകൻ, 3-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെടുന്നു, 11-ാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരാൾ എൻ്റെ പ്രതിനിധിയായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അതിൽ മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. പക്ഷേ മറ്റൊരു വളരെ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാളും, പക്ഷേ ഇഫക്റ്റീവ് ആയിരിക്കണം, പ്രാതിനിധ്യം ചെയ്യണം, ഇഫക്റ്റീവ് ആയിരിക്കണം തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ ഒരു ജനറൽ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇത് ഉപയോഗിച്ച് ആ സ്ക്രീനിങ് ഔട്ട് പ്രോസസ്സിനെ സ്ട്രെങ്തൻ ചെയ്ത്, ആ സ്ക്രീനിങ് ഔട്ട് പ്രോസസ്സിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഈ എക്സ്ക്യൂസ് ഉപയോഗിച്ച് ബാക്കിയുള്ള ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്ത് ഈ നെപ്പോട്ടിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അവർ ശ്രമിക്കുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിത് ക്ലിയറാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ തത്വങ്ങളുടെ ബേസിസിലായിരിക്കണം. ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ആര് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ തുടങ്ങിയിട്ടില്ല. പക്ഷേ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് തുടങ്ങേണ്ടി വരും. അതൊരു കോംപ്ലിക്കേറ്റഡ് ഡിസ്കഷനാണ്. അപ്പോൾ അവിടെ ഈ ചംച്ച ഏജിൻ്റെ പ്രശ്നവും വരുന്നു, ഈ ടോക്കണിസത്തിൻ്റെ പ്രശ്നവും വരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്തിട്ട് എങ്ങനെ, അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്
ഈ കമ്മ്യൂണിറ്റി ഇലക്ട്രേറ്റ് ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റി കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി സെലക്ട് ചെയ്യിപ്പിക്കുക. അതൊക്കെ നല്ല മെത്തേഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഈ ഇഷ്യൂ ഉപയോഗിച്ച് നമ്മൾ ഈ നെപ്പോട്ടിസം ഈ നിലനിർത്തൽ ഈ ഓളിഗാർക്കിയെ നിലനിർത്താൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ. അതിനു വേണ്ടിയാണ് ഇവരിത് പറയുന്നത്. സർ, അവസാനമായി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം ഇന്ത്യക്കാരെ ആരും തന്നെ സിവിലൈസ്ഡ് അല്ല എന്നുള്ളതായിരുന്നു. ആ സിവിലൈസേഷൻ മിഷന്റെ ഉത്തരവാദിത്തമാണ് അവർ വൈറ്റ് മാൻസ് ബേർഡൻ ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ വാദം നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളിൽ നിന്നാണ്. ദളിതരെയും ആദിവാസികളെയും സ്ത്രീകളെയും ഒക്കെ സിവിലൈസ് ചെയ്യേണ്ട, പൊതു ഖജനാവിനെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, അവർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ 3 പേർക്ക് വീതിച്ച് കൊടുത്താൽ മതി, ഒരാൾക്ക് കൊടുത്താൽ അഴിമതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പ്രയോഗങ്ങൾ, ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു സ്ക്രീനിങ് അജണ്ടയുടെ തന്നെ, സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ക്രീനിങ് അജണ്ടയുടെ തന്നെ ഭാഗമല്ലേ? മറ്റൊരിടത്തും ഇത്തരം കൺസേണുകൾ പറയാത്ത ഒരാൾ ഇത്തരം ഫണ്ടുകളെ കുറിച്ച് മാത്രം ആകുലത പ്രകടിപ്പിക്കുന്നത് അത്തരം ഒരു ബോധത്തിൽ നിന്നല്ലേ? ഏതെങ്കിലും തരത്തിൽ ഇത്തരം ജാതീയമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിക്ക് വയസ്സിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ? അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ പണ്ടേ ജാതിവാൽ മുറിച്ച ആളാണ്, ഈ ഗ്രാൻസ് നൽകാൻ വേണ്ടി ഞാൻ ഇടപെട്ട ആളാണ്. ഇത്തരം ആനുകൂല്യങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ നൽകുന്ന വ്യക്തികളെ അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ നമ്മൾ ഇദ്ദേഹം പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കി, നെപ്പോട്ടിസത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഓളിഗാർക്കി, അവർക്ക് വേറെ ഓപ്ഷനില്ല. അവർ വിശ്വസിക്കുന്നത് അവർ സുപ്പീരിയർ ആണെന്നാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താ ജസ്റ്റിഫിക്കേഷൻ ഈ ഓളിഗാർക്കി നിലനിർത്താൻ? അപ്പോൾ രാജാക്കന്മാരും അങ്ങനെ അല്ലായിരുന്നു. ദൈവം ഞങ്ങളെ ചൂസ് ചെയ്ത ആൾക്കാരാണ്, വി ആർ ജസ്റ്റിഫൈഡ് റൂൾ എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ, അടൂർ ഗോപാലകൃഷ്ണൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ അദ്ദേഹം നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പലരും, എല്ലാവരും അല്ല, പലരും ജെന്യുവൻലി വിശ്വസിക്കുന്നത് എൻ്റെ ഈ കമ്മ്യൂണിറ്റി, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾ വാസ്തവത്തിൽ സുപ്പീരിയറാണ്. ബാക്കി ആർക്കും അതുകൊണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇവർക്ക് കൂടുതൽ പൈസ കൊടുക്കരുത്, ഇവർക്കത് റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യാൻ ഒക്കില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് നാച്ചുറലി അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ സൽബുദ്ധിയും സൽബോധവും ഉണ്ടാക്കി ഇവർക്ക് യാഥാർത്ഥ്യം, നമ്മളെല്ലാം മനുഷ്യരാണ്, ഗുരു പറയുന്ന പോലെ ഒരു ജാതിയിൽപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും, എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും കഴിവില്ലായ്മയും ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഡ്രിവൺ ആണ്, അല്ലാതെ കാസ്റ്റ് അല്ല, ബർത്ത് ഡ്രിവൺ ഒന്നും അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ക്ലിയറാണ്. അപ്പം നമ്മൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ലെസൺ എന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ഒരു പൊസിഷൻ ഓഫ് പവർ ഓർ ഇൻഫ്ലുവൻസിൽ ഇരിക്കാൻ പാടില്ല. ഈ പവർ ഓർ ഇൻഫ്ലുവൻസിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കേണ്ടത്, ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ പൗരത്വം, തുല്യ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, എല്ലാവർക്കും പൊട്ടൻഷ്യലുണ്ട്, എല്ലാവരെയും അങ്ങനെ കാണുന്ന ആൾക്കാരാണ് പവറിലിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പവറിൽ ടോപ്പ് പൊസിഷനിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെ ഈ നെപ്പോട്ടിസത്തിൻ്റെ ജസ്റ്റിഫിക്കേഷനിൽ ഇവരുടെ വിശ്വസിക്കാത്ത ആൾക്കാരെയാണ് നമുക്ക് ആക്ച്വലി ഈ പൊസിഷൻസ് ഓഫ് പവറിൽ ഇരുത്തേണ്ടത്. ബാക്കിയുള്ളവർ ഇവരെവിടെയെങ്കിലും പോയി അവരുടെ വിശ്വാസം കൊണ്ട്, ഇപ്പോൾ നമ്മൾ എന്തിനാണ് വൈ ഷുഡ് ബി കെയർ ഫോർ അടൂർ ഗോപാലകൃഷ്ണൻ, അയാളെന്തോ മൂവിയാണ്. ഇപ്പോൾ ഈ ലിറ്റ് ഫെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അവാർഡ് കൊടുക്കുന്നു, പ്രൈസ് ചെയ്യുന്നു, അതല്ലാതെ വേറെ എന്താ നടക്കുന്നത്? ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് കുറേ അവാർഡൊക്കെ കിട്ടി, അത് എങ്ങനെ കിട്ടി, ആര് കൊടുത്തു നോക്കിയാൽ അതിൽ എത്ര ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു, അന്ന് എന്തിനു കൊടുത്തു, അതൊക്കെ വേറൊരു ഇഷ്യൂ ആണ്. ഞാൻ അതിലൊരു എക്സ്പേർട്ട് അല്ല. പക്ഷെ ഒരു കാര്യം ക്ലിയറാണ്, ഈ അധികാര സ്ഥാനത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെ ഈ സ്ക്രീനിങ്ങിനും ഈ നെപ്പോട്ടിസത്തിനും ഈ ഓളിഗാർക്കിക്കും എതിരെ നിൽക്കുന്ന ആൾക്കാർ വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ നോക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പ്രൈവറ്റായിട്ട് 1 കോടിയോ 1.5 കോടിയോ 2 കോടിയോ എത്ര വേണമെങ്കിലും എടുത്തിട്ട് മൂവീസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഈ പോളിസി പൊസിഷൻസിൽ അദ്ദേഹം വരാൻ പാടില്ല.
അദ്ദേഹത്തിൻ്റെ ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് വാർദ്ധക് ഒരു എന്താണെന്ന് അറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് റീസെൻ്റ് എക്സ്പീരിയൻസ് കാരണമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊസിഷൻ ഓഫ് പോളിസി ആൻഡ് ഇൻഫ്ലുവൻസിൽ ഗവൺമെൻറ് ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ ഉണ്ടാക്കട്ടെ സിനിമ, ലെറ്റ് ദോസ് ഹു ആർ കോമ്പറ്റൻറ്റ് ജഡ്ജ് ദറ്റ് സിനിമ, ഐ ഹാവ് നോ പ്രോബ്ലം. പക്ഷേ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇത് ഈ നെപ്പോട്ടിസത്തിനെയും ഓളിഗാർക്കിയും നിലനിർത്തുന്ന ആറ്റിറ്റ്യൂഡ്സാണ്, അവരെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സാണ്. അതിന് ഒരിക്കലും ഇടമില്ല തീർച്ചയായിട്ടും. സാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെറുതെ ഇരുന്നുകൊണ്ട് AI എന്താണ് റിസർവേഷൻ പോളിസിയുടെ ഉദ്ദേശമെന്നും അതുപോലെ തന്നെ നേരത്തെ ഞാൻ സാറിനോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ AI ചോദിക്കുകയായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ AI അതിന് മറുപടി പറഞ്ഞു. ഇത് റെപ്രസെന്റേഷൻ ആണ്, ഇതൊരിക്കലും അനീതിയല്ല എന്നൊക്കെ AI മറുപടി തരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ചൊന്നും വലിയ ബോധം ഒരുപക്ഷെ AI ഫീഡ് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവില്ല. എന്നാൽ പോലും വളരെ ബേസിക് ആയ ഒരു നോളജ് എന്നുള്ള രീതിയിൽ റാഷണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് ഈ മറുപടികളൊക്കെ നൽകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഒപ്പമുള്ള മനുഷ്യരോട് സഹാനുഭൂതി ഉണ്ടാകേണ്ട, ഒപ്പമുള്ള മനുഷ്യരോട് കെയർ ഉണ്ടാവേണ്ട മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. താങ്കളെ പോലെ ഇത്ര അധികം വർഷം നിയമത്തിൻ്റെ അകത്ത് ഇത്രയും എക്സ്പെർട്ടൈസ് ആയിട്ട് ലോകത്തിൽ തന്നെ ഉള്ള ഒരാളുടെ അടുത്ത് റിസർവേഷനുമായി ബന്ധപ്പെട്ട ചില ബേസിക് ചോദ്യങ്ങൾ പോലും ഈ സമയത്തും എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സിലബസുകൾ എത്രത്തോളം ബ്രാഹ്മണിക്കലായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും കാലത്ത് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസിനും അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഉണ്ടാവുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള പല ഉത്തരങ്ങളും സിലബസിന്റെ ഭാഗമായി ഒക്കെ ക്ലാസ് റൂമിൽ എത്തുമെന്നും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ചുമതല ദളിത്, ആദിവാസി, ബഹുജൻ സമൂഹത്തിൽ നിന്ന് വരുന്ന അങ്ങടക്കമുള്ള പ്രഗത്ഭരായുള്ള മനുഷ്യർക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാനും ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയും സ്നേഹം സാർ. താങ്ക് യു. വളരെ നന്ദി, വളരെ സന്തോഷം.